ഇന്ന് നമ്മൾ തെരഞ്ഞെടുത്ത വിഷയം ചരിത്രത്തിന്റെ ഗതി മാറ്റി എഴുതിയ വിളംബരങ്ങൾ എന്നതാണ്. മഹാന്മാരുടെയും സ്വഹാബത്തിന്റെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ജീവിതത്തിലൂടെ തങ്ങൾ ചെയ്ത ചില പ്രഖ്യാപനങ്ങളുടെ പ്രസക്തി മനസ്സിലാക്കുന്ന, സ്വഹാബിമാരുടെ ചില വചനങ്ങളുടെ ആഴമേറിയ അർത്ഥങ്ങൾ അവലോകനം ചെയ്യുന്ന ഒരു സദസ്സാണിത്. മഹാന്മാർ പറയും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു മുഅ്ജിസത്തും ഇല്ലെന്ന് സങ്കല്പിച്ചാൽ സ്വഹാബികൾ എന്ന ഒരൊറ്റ സംഗതി മതി നബി തങ്ങളുടെ മുഅ്ജിസത്ത് മനസ്സിലാക്കാൻ എന്ന് പറയും. സ്വഹാബികൾ മതി, അതാണ് ഏറ്റവും വലിയ മുഅ്ജിസത്ത്. ഖുർആൻ മുഅ്ജിസത്താൻ, ഫലഖുൽ ഖമർ മുഅ്ജിസത്താൻ, ഇക്താറു തുആമി വശറാബ്, ഭക്ഷണം അധികരിച്ചത് ഹബീബിന്റെ മുഅ്ജിസത്താൻ. ജീവചരാചരങ്ങൾ ഹബീബിനോട് സംസാരിച്ചത് അവിടുത്തെ മുഅ്ജിസത്താണ്. മൃഗങ്ങളുടെ സംസാരം നബി തങ്ങൾ കേട്ടതും മറുപടി പറഞ്ഞതും, ജീവനില്ലാത്ത ഈത്തപ്പനയുടെ ഉണങ്ങിയ തടി കരഞ്ഞതടക്കം ഹബീബിന്റെ മുഅ്ജിസത്തുകളുണ്ട്. എന്നാൽ നബി തങ്ങൾ 23 വർഷക്കാലം കൊണ്ട് വാർത്തെടുത്ത സ്വഹാബികൾ, അവരുടെ മനസ്സ്, അവരുടെ ചിന്താഗതി, അവരുടെ വീക്ഷണങ്ങൾ, ആ ഒരു മാറ്റം മാത്രം മതി നബി തങ്ങളുടെ മുഅ്ജിസത്തിൽ ഏറ്റവും പ്രസക്തമായി എന്ന് പറയാറുണ്ട്. അഖൂക ഈസാ ദഅ മൈതൻ ഫഖാമ ലഹു, അഖൂക ഈസാ ദഅ മൈതൻ ഫഖാമ ലഹു വഅൻത ഹയൈത അജ്യാലൻ മിനർ റിമമി. ഈസാ നബി അലൈഹിസ്സലാം മരിച്ചു കിടക്കുന്ന മയ്യിത്തിനോട് ഖും ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുമതിയോടുകൂടെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞതിൽ പിന്നെ എഴുന്നേറ്റ ചരിത്രമുണ്ട്. മയ്യിത്തുകൾ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് ഈസാ നബി അലൈഹിസ്സലാം എങ്കിൽ അഖൂക ഈസാ ദഅ മൈതൻ ഫഖാമ ലഹു വഅൻത ഹയൈത അജ്യാലൻ മിനർ റിമമി. അത് ഓരോ വ്യക്തികളായിരുന്നുവെങ്കിൽ നബിയെ അങ്ങ് ജീവൻ കൊടുത്ത് എഴുന്നേൽപ്പിച്ചത് നഷ്ടപ്പെടുമാറായിരുന്ന, തകരാറായിരുന്ന മനുഷ്യവംശത്തെയാണ് നബിയെ അങ്ങ് ജീവിപ്പിച്ചത്. ഒരാളെയല്ല, രണ്ടാളെയല്ല. വഅൻത ഹയൈത അജ്യാലൻ മിനർ റിമമി. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹുനൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. മക്ക വിജയം കഴിഞ്ഞതിന്റെ ശേഷമുണ്ടായ യുദ്ധമാണ് ഹുനൈൻ. ത്വായിഫിലേക്ക് പോകുന്നതിന്റെ വഴിവക്കിൽ മലയോരങ്ങളുടെ മുകളിൽ നിന്ന് ഹവാസിൻ ഗോത്രക്കാർ ഹബീബിനെയും സ്വഹാബികളെയും കല്ലെടുത്ത് എറിഞ്ഞോടിച്ച് തുരത്തിയോടിച്ച ഒരു യുദ്ധമായിരുന്നു ഹുനൈൻ. 12,000-ഓളം സ്വഹാബിമാരിൽ 99% വരുന്ന ആളുകളും പിന്തിരിഞ്ഞോടേണ്ടി വന്ന ഒരു യുദ്ധത്തിൽ അല്ലാഹുവിന്റെ ഹബീബാണ് നിലനിന്ന് പറഞ്ഞത്, എവിടേക്കാണ് സ്വഹാബികളെ നിങ്ങൾ ഓടുന്നത്? നിങ്ങൾ ഓടുന്നത് എങ്ങോട്ടാണ്? ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ്, സംശയം വേണ്ട. അനബിനു അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മകനാണെന്ന് അഭിമാനത്തോടെ ഉറച്ചു നിന്ന് പോരാടിയ ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുനൈൻ യുദ്ധം നടക്കുമ്പോൾ ദിബിതങ്ങൾ പിന്തിരിഞ്ഞോടിയില്ല. സ്വഹാബികളിൽ പ്രമുഖന്മാര് പോലും ഓടിയ നേരം അല്ലാഹു ഹബീബിനോട് പറഞ്ഞിട്ടുണ്ട്, ഫഖാതിൽ ഫീ സബീലില്ലാഹി ലാ തുകല്ലഫു ഇല്ലാ നഫ്സക, ഫഖാതിൽ ഫീ സബീലില്ലാഹി ലാ തുകല്ലഫു ഇല്ലാ നഫ്സക. ആര് പിന്തിരിഞ്ഞോടിയാലും നബിയെ നിങ്ങൾക്ക് ഓടാൻ പാടില്ല. നബി തങ്ങൾക്ക് ചില പ്രത്യേകമായ നിയമങ്ങൾ ഉണ്ടായിരുന്നു. ഹബീബായ നബി തങ്ങൾക്ക് ആനുകൂല്യങ്ങളായ നിയമങ്ങൾ, തഅദ്ദുദുൽ അസ്വാജ്, 4 ഭാര്യമാരിലേറെ ഹബീബിന്റെ കൂടെ ഉണ്ടായ അത്തരം വിഷയങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അറിയണം, നമുക്കാർക്കുമില്ലാതിരുന്ന ചില നിയമങ്ങൾ ഹബീബിന് നിർബന്ധമായിരുന്നു. ആര് പിന്തിരിഞ്ഞോടിയാലും നബിയെ നിങ്ങൾ ഒറ്റക്ക് പോരാടണമെന്ന് അല്ലാഹുവിന്റെ ആജ്ഞയുണ്ട്. സൂറത്തുൻ നിസായിൽ ഫഖാതിൽ ഫീ സബീലില്ലാഹ്
ലാ തുകല്ലഫു ഇല്ലാ നഫ്സക്. ആരോടിയാലും നബിയെ നിങ്ങളോടാൻ പാടില്ല. ഹബീബായ നബി തങ്ങൾ ഉറച്ചു നിന്നവിടെ സ്വഹാബിമാരെ വിളിച്ചു, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ വഹിയാണോ വേണ്ടത്, ദീനാണോ വേണ്ടത്? ഞാൻ അള്ളാഹുവിന്റെ നബിയാണ്. നിങ്ങൾക്ക് ദുന്യാവും കുടുംബ മഹിമയുമാണ് വേണ്ടതെങ്കിൽ ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മോനാണ്. നിങ്ങൾ എങ്ങോട്ടായി ഓടുന്നത്? ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പിടി മണ്ണ് കയ്യിലെടുത്ത് ശത്രുക്കളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, അനബിനുൽ അവാതികി മിൻ സലീൽ, അനബിനുൽ അവാതികി മിൻ സലീൽ. ഒരുപാട് ആറ്റിക്കമാരുടെ മോനാണ് ഞാൻ. പരിശുദ്ധമായ പാരമ്പര്യത്തിലൂടെ കടന്നു വന്ന ആളാണ്. മഹാനായ അല്ലാമത്തുൽ അൻദുലുസി ഹബീബായ നബി തങ്ങളുടെ കുടുംബത്തിലെ 4 ആറ്റിക്കമാരെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്ന് നബി തങ്ങളുടെ അമ്മായിയാണ്, ഒന്ന് ഹബീബായ നബി തങ്ങളുടെ മൂത്തമ്മയാണ്, ഒന്ന് ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾക്ക് മുല കൊടുത്ത പാല് കൊടുത്ത ഒരു ഉമ്മയുണ്ട് ആറ്റിക്ക, ഒന്ന് ഹബീബിന്റെ ബന്ധുവായ ആറ്റിക്ക. ഇങ്ങനെ 4 ആറ്റിക്കമാരിലൂടെ വന്നവനാണ് ഞാനെന്ന് അഭിമാനം പറഞ്ഞുകൊണ്ട് ശത്രുക്കളുടെ മുഖത്തേക്ക് ഹബീബ് മണ്ണെടുത്ത് വാരി എറിഞ്ഞിട്ടുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുനൈനിൽ നിൽക്കുമ്പോ സ്വഹാബിമാർ പിന്തിരിഞ്ഞോടിയപ്പോഴും പോരാടി നിന്ന നബി തങ്ങൾ സ്വഹാബിമാരുടെ കൂടെ. സ്വഹാബിമാർക്ക് ആവേശം പകർന്നുകൊണ്ടിരിക്കുന്നു. കുറച്ച് ആളുകൾ ഓടിയെടുക്കുന്നു. ഹബീബിന്റെ കൂടെ ഒറ്റക്ക് നിന്ന നബി തങ്ങളുടെ കൂടെ ഒരൽപ്പം ആളുകൾ 8-10 പേർ ഓടിയെടുത്തു. പിന്നെ 4-5 പേർ വേറെ. അങ്ങനെ ഒരു 100-100-ലേറെയോ ആളുകളുമായി യുദ്ധം നടത്തി. അള്ളാഹു വിജയം കൊടുത്ത യുദ്ധമാണ് ഹുനൈൻ. ആ യുദ്ധത്തിൽ ത്വായിഫുകാരുടെ സർവ്വസമ്പത്തും ഇസ്ലാമിന് ഗനീമത്തായി ലഭിച്ചു. ആയിരക്കണക്കിന് ആടുകള്, മലയോരം നിറയെ കന്നുകാലികള്. മുത്തുനബി തങ്ങൾ അത് ഓഹരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകൾക്ക് നബി തങ്ങൾ കുറച്ച്, ചില ആളുകൾക്ക് കൂടുതൽ. നബി തങ്ങളുടെ ഓഹരി വിതരണം നടന്നുകൊണ്ടിരിക്കുന്ന നേരം അത്ഭുതകരമായ ഒരു സംഭവം നടക്കുന്നു. ഹബീബായ തങ്ങൾ പറയുമായിരുന്നു, ഇന്നീ ലൗഅതി ഉനാസൻ വഅദഉ ഉനാസൻ ലിമാ ജഅലല്ലാഹു ഫീ ഖുലൂബിഹിം മിൻ ഈമാൻ. യുദ്ധത്തിൽ സംബന്ധിച്ച മുഴുവൻ ആളുകൾക്കും യുദ്ധത്തിൽ നിന്ന് ലഭിച്ച സമ്പത്തിൽ അവകാശമുണ്ട്. എന്നാൽ ചില ആളുകൾക്ക് നബി തങ്ങൾ കുറച്ചു കൊടുക്കുകയും ചില ആളുകൾക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് മനസ്സിൽ ഈമാനുള്ളവർക്ക് ഞാൻ കൊടുക്കാതെയും ഈമാൻ ദുർബലമായ ആളുകൾക്ക് ഞാൻ കൊടുത്തുകൊണ്ടും ഞാൻ ഇവിടെ നിർവഹിക്കുന്ന ഈ ദാനത്തിൽ നിങ്ങൾ ആരും സംശയിക്കേണ്ടതില്ല. ഇന്നീ ലൗഅതി ഉനാസൻ ലിമാ ഫീ ഖുലൂബിഹിം മിനൽ ജശഇ വത്ത്വമഅ. അത്യാഗ്രഹമുള്ള ആളുകളെ, പൈസ വേണമെന്ന് ആഗ്രഹിക്കുന്നവരെ, സമ്പത്ത് വേണമെന്ന അത്യാർത്ഥിയുള്ളവരെ, ആ ആളുകൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ വരെ മുസ്ലിമീങ്ങളല്ലാതിരുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളായിരുന്ന ആളുകൾക്ക് നബി തങ്ങൾ ഖുറൈശി പ്രമാണിമാർക്ക് 100 ഒട്ടകം വീതം കൊടുത്തിട്ടുണ്ട്. അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു 4-5 ദിവസം മുമ്പ് മുസ്ലിമായ സ്വഹാബിയാണ്. 23 കൊല്ലം ഹബീബിന്റെ ശത്രുപക്ഷത്തുണ്ടായിരുന്ന, എന്നാൽ അവസാന കാലം അല്ലാഹു ഹിദായത്ത് കൊണ്ട് അനുഗ്രഹിച്ച മഹാനായ അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു അവർക്കും കൊടുത്തു 100 ഒട്ടകം. മക്കക്കാര നബിയുടെ ശത്രുക്കളാവുകയും എന്നാൽ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തവർക്കൊക്കെ 100-200 ഒക്കെ വാരിക്കോരി കൊടുത്തപ്പോ അൻസ്വാരികളിൽ ചില ആളുകൾക്ക് നബി തങ്ങൾ കൊടുത്തിട്ടേയില്ല. നബി തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ കൊടുക്കുന്നത് മനസ്സിൽ ആർത്തിയുള്ളവർക്കാണ് ഞാൻ കൊടുക്കുന്നത്. ലിമാ ജഅലല്ലാഹു ഫീ ഖുലൂബിഹിം മിനൽ ഹുബ്ബി വൽ ഈമാൻ. അള്ളാഹു ഖൽബിന്റെ ഉള്ളിൽ ഈമാനും അള്ളാഹുവിനോട് സ്നേഹവും കൊടുത്ത നല്ല മനുഷ്യരെ, അവർക്ക് പൈസ ഇല്ലെങ്കിലും അവർ ഹബീബിന്റെ കൂടെയാണ്, സമ്പത്തില്ലെങ്കിലും അവർ അള്ളാഹുവിന്റെ കൂടെയാണ്, അവർക്കൊന്നും ലഭിച്ചില്ലെങ്കിലും അവർ ഇസ്ലാമിന്റെ കൂടെയുണ്ട്. മിൻഹും അംറു ഇബ്നു തഗ്ലിബ്, അവരിൽപ്പെട്ട ആളാണ് അംറു ഇബ്നു തഗ്ലിബ് എന്ന നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വഹാബി പറയുന്നുണ്ട്, നബി തങ്ങൾ എന്നെ പറ്റി എന്റെ മനസ്സിൽ അള്ളാഹുവിനോട് സ്നേഹമുണ്ടെന്നും എന്റെ മനസ്സിൽ ദീനിനോട് ഹുബ്ബുണ്ടെന്നും എന്റെ മനസ്സിൽ ഈമാനുണ്ടെന്നും സാക്ഷ്യപ്പെടുത്തിയിട്ട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ആ വാക്കിന് പകരം ലോകത്തെ എല്ലാ സമ്പത്തും എന്റെ കയ്യിൽ കിട്ടുന്നത് പോലും എനിക്കതിനേക്കാളും വിലമതിക്കാനാവില്ല. എന്റെ ഹബീബ് പറഞ്ഞ ആ വാക്ക്, ഹബീബിന്റെ ആ ഒരു വിളംബരം, ആദ്യത്തെ വിളംബരം
വിളംബരം സത്യവിശ്വാസിയുടെ ഖൽബിനുള്ളിൽ കിടക്കുന്ന ഈമാനിനെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞത് മിൻഹും അംറു ഇബ്നു തഗ്ലിബ് ഈമാനുള്ളവരാണ്. അതിന്റെ പേരിൽ ഞാൻ അംറു ഇബ്നു തഗ്ലിബിനൊന്നും കൊടുത്തിട്ടില്ല. അത് അംറു ഇബ്നു തഗ്ലിബിനോട് ദേഷ്യമുണ്ടായത് കൊണ്ടല്ല റളിയല്ലാഹു അൻഹു. പിന്നെയോ ആ മഹാന്റെ ഖൽബിൽ ഈമാനുണ്ട്, ഹുബ്ബുണ്ട്, അതുകൊണ്ട് ഞാൻ കൊടുത്തില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു വചനമാണ് ലോകത്തുള്ള സർവ്വ സമ്പത്തിനേക്കാളും എനിക്കിഷ്ടപ്പെട്ടത് എന്ന് അംറു ഇബ്നു തഗ്ലിബ് തങ്ങൾ പറയും. റളിയല്ലാഹു തആല അൻ കലിമത്തുൻ മാ ഉരീദു അൻ നരീ ബിഹാ ദുനിയാ വമാ ഫീഹാ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ആ വാക്കിന് പകരം ഈ ലോകവും ഈ ലോകത്തെ സർവ്വതും പകരം തരികയാണെങ്കിൽ പോലും ആ വാക്കാണ് എനിക്ക് വിലമതിക്കാൻ ആവാത്തതെന്ന് മഹാനായ അംറു ഇബ്നു തഗ്ലിബ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീതിമാന്മാരിൽ ഏറ്റവും വലിയ നീതിമാനാണ്. അഅദലുൽ ആദിലീൻ, നീതിമാന്മാരിൽ ഏറ്റവും വലിയ നീതിമാനാണ് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനിബിതങ്ങൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരാൾക്ക് കിട്ടാതെ വന്നപ്പോ നിബിതങ്ങൾ ഒരൽപ്പം കുറച്ചു കൊടുത്തപ്പോ ഈമാനിന്റെ കണിക കുറയുകയോ സമ്പത്തിനോടുള്ള ആഗ്രഹം കൂടിപ്പോവുകയോ ചെയ്ത ഒരാൾ അല്ലാഹുവിന്റെ റസൂലിനോട് ഖാടനായ ഒരു അറാബിയായ ഒരാൾ പറഞ്ഞു, യഅദിൽ യാ മുഹമ്മദു, മുഹമ്മദ് നബിയെ നിങ്ങൾ നീതി പാലിക്കണം. ഇന്ന ഹാദിഹി ഖിസ്മത്തുൻ മാ ഉരീദ ബിഹാ വജ്ഹുല്ലാഹ്. മുഹമ്മദ് നബിയെ നിങ്ങൾ ഈ കൊടുക്കുന്ന സമ്പത്തുണ്ടല്ലോ, ഹുനൈനിന്റെ യുദ്ധം മുതലാണ് വിഹിതം ചെയ്യുന്നത്. ഈ വിതരണം ചെയ്യുന്നത് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടല്ല. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും കൃത്യമായി കൊടുക്കണ്ടേ. മുഹമ്മദ് നബിയെ നിങ്ങൾ നീതി പാലിക്കണമെന്ന് നീതി നടപ്പാക്കാൻ വന്ന ഹബീബിനോട് നീതി പാലിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇഹ്മറത് വജ്നതാ റസൂലില്ലാഹ്, ഹബീബിന്റെ രണ്ട് ചെമന്ന് തുടുത്ത കവിളുകളും പൂർവാധികം ചമക്കാൻ തുടങ്ങി. ഹബീബിന് ദേഷ്യം വന്നു. കാരണം നീതി നടപ്പാക്കാൻ വന്ന ആളോട് നീതി ചെയ്തില്ലെന്നാണ് ഈ പറയുന്നത്. മുത്തുനബി തങ്ങൾ ചോദിക്കുകയാണ്, ലോക ചരിത്രത്തിൽ മാറ്റം വരുത്തിയ വിളംബരത്തിന്റെ ഒരു തുടക്കം ഇതാണ്. ഖിബ്തു വ ഖസിർതു ഇല്ലം അഅദിൽ, ഖിബ്തു വ ഖസിർതു മൻ യഅദിൽ ഇദാ ലം അഅദിൽ. ഞാൻ നീതി പാലിച്ചില്ലെങ്കിൽ, ഞാൻ ഇവിടെ നീതി ചെയ്തില്ലെങ്കിൽ ആരാണ് ഇവിടെ നീതി ചെയ്യുക? ആരാണ് ഇവിടെ നീതി ചെയ്യുക? നീതി പഠിപ്പിക്കാൻ വന്ന ആളല്ലേ ഹബീബായ റസൂലുള്ളാഹ്. ആ നബിയോട് നീതി പാലിക്കണമെന്നാണ് ഈ ഒരാൾ പറയുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റ് പറഞ്ഞു, നബിയേ ദഅനി അദ്രിബ് ഉനുഖഹു യാ റസൂലല്ലാഹ് ഫലഖദ് കഫർ. അങ്ങയോട് എതിർത്തതിന്റെ പേരിൽ നബിയെ ഈ മനുഷ്യൻ ഇസ്ലാം എന്ന് പുറത്തു പോയല്ലോ, ഈ മനുഷ്യന്റെ തല ഞാൻ എടുത്തോട്ടെ നബിയെ, ഒന്ന് സമ്മതം തരുമോ? നീതി പഠിപ്പിക്കാൻ വന്ന അങ്ങയോട് നീതി ചെയ്യണമെന്ന് പറയുന്ന ഈ മനുഷ്യന്റെ തല ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിക്കുകയാണ് ഹബീബിന്റെ വീരശൂരനായ സ്വഹാബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون. അല്ലാഹുവല്ലേ ഖുർആനിൽ പറയുന്നത്, നബിയേ അല്ലാഹുവിന്റെ ആജ്ഞ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണേ. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. അല്ലാഹു നിങ്ങളോട് നന്മ ചെയ്യാനും നീതി ചെയ്യാനും കൽപ്പിക്കുന്നുണ്ട്. അല്ലാഹു നിങ്ങളോട് നന്മ ചെയ്യാനും നീതി ചെയ്യാനും കൽപ്പിക്കുന്നുണ്ട്. വഈതാഇ ദിൽ ഖുർബാ, പാവപ്പെട്ടവരെ, കുടുംബക്കാരെ, ബന്ധുക്കളെ സഹായിക്കണമെന്നും. ആ ആജ്ഞയെ ഇത്രമേൽ അനുസരിച്ച ഒരാൾ ഹബീബായ നബിയല്ലാതെ ആരുണ്ട്?
ആ നബിയാണ് നമ്മളോട് പറയുന്നത്, ഏത് മതവിശ്വാസികളാണെങ്കിലും ഏത് പാർട്ടിക്കാരനാണെങ്കിലും നിങ്ങൾക്ക് ശത്രുതയുള്ളവരാണെങ്കിൽ പോലും നീതിയുടെ വിഷയത്തിൽ ഉപേക്ഷ വരുത്തരുത്, നീതി ചെയ്യണം. ولا يجرمنكم شنآن قوم على ألا تعدلوا يعدلوا هو أقرب للتقوى. ഏതെങ്കിലും ഒരു വിഭാഗത്തോട്, ഏതെങ്കിലും ഒരു പാർട്ടിക്കാരോട്, ഏതെങ്കിലും ഒരു നാട്ടുകാരോട് നിങ്ങൾക്ക് ദേഷ്യമുണ്ടെന്ന് വിചാരിച്ച് നിങ്ങളാരും അവരോട് നീതി ചെയ്യാതിരിക്കരുതേ, നീതി ചെയ്യണേ എന്ന് ഉമ്മത്തിനെ പഠിപ്പിച്ച നബിയോടാണ് ഈ അദിൽ യാ മുഹമ്മദു, മുഹമ്മദ് നബിയെ നീതി പാലിക്കണമെന്ന് പറയുന്നത്. ഇത് ഹബീബിന് ഇഷ്ടപ്പെടുമോ? ഇന്നല്ലദീന യുദൂന അല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും വേദനിപ്പിക്കുന്ന ആളുകൾ ലുഇനൂ ഫിദ്ദുനിയാ വൽ ആഖിറഹ്, ഈ ലോകത്തും പരലോകത്തും അവർ ശപിക്കപ്പെട്ടവരാണെന്നല്ലേ ഖുർആൻ പറഞ്ഞത്. ഉമർ തങ്ങൾ അതുകൊണ്ടാ ചോദിച്ചത്, നബിയേ നീതി പഠിപ്പിക്കാൻ വന്ന അങ്ങയോട് നീതി പാലിക്കണമെന്ന് പറയുന്ന ഈ മനുഷ്യനെ ഞാൻ തലയെടുത്തോട്ടെ നബിയേ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ദഅഹു യാ ഉമർ, ഉമറേ അയാളെ വിട്ടേക്കുക. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇന്ന മിൻ ദുഇ ഹാദാ ഉനാസുൻ യഖ്റുജൂൻ تحقرون صلاتكم إلى صلاتهم وصيامكم إلى صيامهم وقراءتكم إلى قراءتهم يمرقون من الدين مروق السهم من الرمية. ഉമറേ ഞാനൊന്ന് പറഞ്ഞോട്ടെ, സമ്പത്തിനോട് ആർത്തിയുള്ള, ഖൽബിനുള്ളിൽ ഈമാനിന്റെ ബലം കുറഞ്ഞ ഒരുപാട് ആളുകൾ ഈ മനുഷ്യന്റെ മുതുകിലൂടെ പിൻഗാമികളിൽ വരാൻ പോകുന്നുണ്ട്. തഹ്ഖിറൂന സ്വലാത്തക്കും ഇലാ സ്വലാത്തിഹിം, ആ ആളുകളുടെ നിസ്കാരം കണ്ടാൽ നിങ്ങളൊന്നും ഒരു നിസ്കാരക്കാരെ അല്ല. വസുയാമക്കും ഇലാ സുയാമിഹിം, അവര് സുന്നത്ത് നോമ്പെടുക്കുന്നത് കണ്ടാൽ നിങ്ങളാരും ചെയ്യുന്ന സുന്നത്ത് നോമ്പ് അവരോടൊപ്പം എത്തില്ല. അറിയണേ ഉമറേ, വഖിറാഅതകും ഇലാ ഖിറാഅതിഹിം, അവരോതുന്ന ഖുർആൻ, അവരോതുന്ന ദിക്ർ, അവരോതുന്ന സ്വലാത്ത്, അതിനോടൊന്നും ഒപ്പമെത്താൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. എന്നാൽ ഖൽബിന്റെ ഉള്ളിൽ സമ്പത്തിനോടുള്ള ആർത്തി കൊണ്ട് നടക്കുന്ന ഒരു വിഭാഗം, ഇന്ന മിൻ ദുഇ ഹാദാ, ഈ മനുഷ്യന്റെ മുതുകിലൂടെ ലോകത്ത് വരാനുണ്ട്. യംറുഖൂന മിനദ്ദീൻ മുറൂഖസ് സഹ്മി മിനർ റമിയ, ഒരു വില്ലിൽ നിന്ന് അമ്പ് തെറിച്ചു പോകുന്ന പോലെ ഇസ്ലാമിൽ നിന്ന് അവർ തെറിച്ചു പോകുന്നത് കാണാം. ആ വരാൻ പോകുന്ന ആളുകളുടെ വല്യാപ്പയാണ് ഇയാൾ, അതുകൊണ്ട് ഇയാളെ കൊല്ലേണ്ടതില്ല. ഞാൻ പറയുന്നു, ഇതുപോലെ സമ്പത്തിനെ ആർത്തി പിടിച്ചു നടക്കുന്ന ഈമാൻ കുറഞ്ഞുപോയ ആളുകൾ ഈ ഉമ്മത്തിൽ വരാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദ്യത്തെ പ്രഖ്യാപനമാണ്, ചരിത്രത്തിന്റെ ഗതി മാറ്റി എഴുതിയ ആദ്യത്തെ വിളംബരമാണിത്. ഖിബ്തു വ ഖസിർതു ഇല്ലം അഅദിൽ ഫമൻ യഅദിൽ, ഞാൻ നീതി പാലിച്ചില്ലെങ്കിൽ ആരാണ് ഇവിടെ നീതി പാലിക്കാൻ പോകുന്നത്? നീതി പാലിച്ചില്ലെങ്കിൽ ഞാൻ നഷ്ടപ്പെട്ടു, എനിക്ക് നഷ്ടമാണ്, ഞാൻ പരാജയത്തിലാണ്. ഖിബ്തു വ ഖസിർതു, ഞാൻ നഷ്ടത്തിലാണ്, പരമമായ നഷ്ടത്തിലാണ്, ഞാൻ നാശത്തിലാണല്ലോ. ഞാൻ നീതി പാലിച്ചില്ലെങ്കിൽ, ഇല്ലം അഅദിൽ ഫമൻ യഅദിൽ, ഞാൻ നീതി ചെയ്തില്ലെങ്കിൽ ആരാണ് ഇവിടെ നീതി ചെയ്യാനുള്ളത്? അതാണ് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹുനൈനിന്റെ സമ്പത്ത് ഓഹരി വെക്കുമ്പോഴാണ് വിഷയമുണ്ടായത്. അൻസ്വാരികളാണെങ്കിലോ അവർക്ക് ചില വിഷമങ്ങളുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിന്റെ കൈകൊണ്ട് ബറക്കത്തിന് എന്തെങ്കിലും ഒന്ന്, ആയിരക്കണക്കിന് ആടുകളെ കൈപിടിച്ച് കൊണ്ടുപോകാൻ ഞങ്ങൾ ചില ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. ചിലക്ക് 100, ചിലക്ക് 200 കൊടുത്തപ്പോൾ ഹബീബിന്റെ കൂടെ പാറ പോലെ ഉറച്ചു നിന്നവരാണ് അൻസ്വാരികൾ. അവർക്ക് ഒരാട് ഹബീബ് കൊടുത്തിട്ട് പോലുമില്ല. അവർക്കിടയിൽ ചില വർത്തമാനങ്ങളുണ്ട്. എന്നാൽ ഈ അറാബി പറഞ്ഞ പോലെ അൻസ്വാരികൾ പറയില്ല. അവര് പറഞ്ഞു, ചില വിഷമങ്ങൾ അറിയിച്ചു. ഗഫറല്ലാഹു ലിറസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ എന്നവര് പറഞ്ഞു. ഗഫറല്ലാഹു ലിറസൂലില്ലാഹ് യുഅതി സ്വനാദീദ ഖുറൈശിൻ 100 നാഖ,
വയദഉനാ വനഹ്നു അഹ്ലു അദ്ദഅവതി വഅഹ്ലു അത്താരീഖ്. ഈ ഉമ്മത്തിന്റെ ചരിത്രം മാറ്റിയെഴുതിയവരാണ് നമ്മൾ. ഹബീബിന്റെ ദഅവത്തിന് കൂടെ നിന്നവരാണ്. ആ ഖുറൈശി പ്രമാണിമാരുടെ തല പോയിട്ട് ആ ചോര ഞങ്ങളുടെ വാളുകളിൽ നിന്ന് ഉറ്റിയിട്ട് ഉണങ്ങിയിട്ട് പോലുമില്ലാത്ത നേരത്താണ് ഞങ്ങളാർക്കും തരാതെ നബി തങ്ങൾ അൻസ്വാരികളെ മാറ്റി നിർത്തിയിട്ട് ഖുറൈശികൾക്ക് കൊടുത്തത്. ഹബീബ് അവിടുത്തെ നാട്ടുകാരെ കണ്ടപ്പോ നമ്മളെ മറന്നുപോയോ എന്ന് വിഷമത്തിൽ ചില അൻസ്വാരികൾ പറഞ്ഞുപോയി. ഗഫറല്ലാഹു ലിറസൂലില്ലാഹ്. സഅദ് ബിൻ ഉബാദ സയ്യിദുൽ അൻസ്വാർ, അൻസ്വാരികളുടെ നേതാവാണ് സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു. ഹബീബിനോട് വന്ന് പറയുന്നു, നബിയേ, ഞങ്ങളിൽപ്പെട്ട ചില ചെറുപ്പക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് നബിയേ, ഞങ്ങൾ മുതിർന്നവരല്ല. ചെറുപ്പക്കാർ അവരുടെ ആവേശത്തിന്റെ പുറത്ത് പലതും പറഞ്ഞു പോകും. മുതിർന്നവർക്കൊരു പക്ഷേ അത് വേദനയുണ്ടാക്കി എന്ന് വരും. ആ വേദന ഉണ്ടാക്കിയത് പോലും അറിയാതെ ചെറുപ്പക്കാരുടെ ഈ വർത്തമാനം ഹബീബുനാ റസൂലുള്ളാഹി ഞങ്ങളുടെ ചെവിയിലെത്തിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നാദിൽ അൻസ്വാർ, അൻസ്വാരികളെ മുഴുവനും ഒന്ന് വിളിച്ചു വരുത്തണേ, എനിക്കവരോട് സംസാരിക്കാനുണ്ട്. പരിശുദ്ധരായ നബി തങ്ങൾ വിളിക്കാൻ പറഞ്ഞു അൻസ്വാരികളോട്. അൻസ്വാരികളോടൊക്കെ വരാൻ പറഞ്ഞു. അതിൽ മുഹാജിറുകൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ വന്നോട്ടെ, എന്നാൽ അൻസ്വാരികൾക്കല്ലേ ഞാൻ കൊടുക്കാതിരുന്നത്, അവർക്കല്ലേ പരാതി ഉണ്ടായത്, അവരല്ലേ ഗഫറല്ലാഹു ലിറസൂലില്ലാഹ് എന്ന് പറയുന്നത്. അവരെല്ലാവരും ഒന്ന് വരട്ടെ. എല്ലാവരും ഒന്ന് ഹബീബിന്റെ മുമ്പിൽ ഇരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് അവിടെ ശാന്തനായ ഇവരുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നു. ആയിരക്കണക്കിന് ഒട്ടകങ്ങൾ വിതരണം ചെയ്തതിൽ ഒന്നും ഞങ്ങൾക്ക് തന്നില്ലെന്ന പരാതിയാണിത്. അത് ഹബീബിന്റെ കൈകൊണ്ട് കിട്ടണമെന്ന് ആഗ്രഹിച്ചവരെ അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കാൻ തുടങ്ങുകയാണ്, മാ മഖാലത്തുൻ ബലഗത്നി അൻകും. അൻസ്വാരികളെ, നിങ്ങളെപ്പറ്റി ഞാൻ കേൾക്കാനിടയായ ആ വർത്തമാനത്തിന്റെ നിജസ്ഥിതി എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോൾ അൻസ്വാരികൾക്കൊന്നും മറുപടി പറയാനില്ല. സഅദ് തങ്ങൾ പറയുന്നു, നബിയേ, ഞങ്ങളിലെ ചില ചെറുപ്പക്കാരാ നബിയെ പറഞ്ഞത്, ഞങ്ങൾ മുതിർന്നവരല്ല. സഅദേ, ആ പറഞ്ഞതിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇന്നമാ അന റജുലും മിൻഹും. നബിയെ, ഞാനും അക്കൂട്ടത്തിൽ ഒരാളല്ലയോ നബിയെ, എനിക്കും ചില വിഷമുണ്ടായിട്ടുണ്ട്. സഅദ് എന്നവർ തുറന്നു പറഞ്ഞു. അൻസ്വാരികൾ മിണ്ടാതെ ശാന്തരായി ഹബീബിന്റെ മുമ്പിൽ ഇരിക്കുകയാണ്. ഒരു പ്രശ്നം പരിഹരിക്കാൻ ഹബീബിന്റെ കഴിവ് വലിയതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രശ്നം ഉണ്ടാക്കി പോകാൻ വലിയ എളുപ്പമാണ്, പരിഹരിക്കാൻ വലിയ പ്രയാസമായിരിക്കും. ഹബീബ് ഇടപെടുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയ്യുഹൽ അൻസ്വാർ, അൻസ്വാരികളെ, അൻസ്വാരികളെ, അമാ അതൈതുകും ദുല്ലാലൻ ഫഹദാകുമുല്ലാഹു ബി. അൻസ്വാരികളെ, നിങ്ങൾ വഴിതെറ്റി ജീവിച്ചപ്പോൾ അല്ലാഹു എന്നെ കൊണ്ടല്ലയോ നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയത്? എല്ലാവരും തലതാഴ്ത്തി. സ്വദഖത അൽ മിന്നതു ലില്ലാഹി വലിറസൂലിഹി. അങ്ങ് പറഞ്ഞത് സത്യമാണ് നബിയേ. ഞങ്ങൾക്ക് ചെയ്ത ഉപകാരത്തിന്റെ എല്ലാ ക്രെഡിറ്റും അങ്ങേക്കും അല്ലാഹുവിനും തന്നെയാണ്. ഞങ്ങൾ പിഴച്ചവരായിരുന്നു, അങ്ങ് വന്നിട്ടാണ് ഞങ്ങളെ നന്നാക്കിയത്. അമാ അതൈതുകും മുതഫർരിഖീൻ ഫജമഅകുമുല്ലാഹു ബി. ഔസ് ഖസ്റജ് എന്ന് പറഞ്ഞ രണ്ട് ഗോത്രത്തിലായി നിങ്ങൾ തമ്മിൽ അടിച്ചു മരിക്കുമ്പോൾ എന്നെ കൊണ്ടല്ലയോ അല്ലാഹു നിങ്ങളെ യോജിപ്പിലെത്തിച്ചത്, നിങ്ങൾ നന്നായത്, ഒരുമയിലായത്. അവർ തല താഴ്ത്തി. സ്വദഖത, സത്യമാണ് നബിയേ. അൽ മിന്നതു ലില്ലാഹി വറസൂലിഹി. അതിന്റെ എല്ലാ നന്മയും അല്ലാഹുവിനും അവന്റെ റസൂലായ അങ്ങേക്കുമാണ് നബിയേ. അടുത്ത ചോദ്യം,
അമാ അതൈതുകും ഫുഖറാഅ ഫഅഗ്നാകുമുല്ലാഹു ബി. ഞാൻ വരുമ്പോൾ നിങ്ങൾക്ക് സമ്പത്ത് കുറവായിരുന്നല്ലോ, എന്നാൽ അല്ലാഹു ഞാൻ കാരണം നിങ്ങൾക്ക് സമ്പത്തിൽ വർധന നൽകുകയും നിങ്ങൾ മുതലാളിമാരാവുകയും ചെയ്തിട്ടില്ലയോ? അവരെല്ലാവരും മിണ്ടാതെ തല താഴ്ത്തി നിൽക്കുന്നു. ലില്ലാഹിൽ മിന്നത്തു വലിറസൂലിഹി. ആ നന്മയുടെ മുഴുവൻ ക്രെഡിറ്റും അല്ലാഹുവിനും അവന്റെ റസൂലിനും തന്നെയാണ്. നബിയേ സ്വദഖ്ത. ഒന്നും പറയുന്നില്ല, അവർക്ക് നാണമാണ്. എന്ത് പറയണം നബിയോട്? ഹബീബിനെ കുറിച്ച് പരാതി പറഞ്ഞ ഒരു വിഭാഗത്തോടാ നബി തങ്ങൾ ഈ സംസാരിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നബി തങ്ങൾ അവരുടെ പക്ഷം ചേർന്ന് അവരുടെ പക്ഷത്ത് നിന്ന് ചിന്തിക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, വല്ലാഹി യാ മഅശറൽ അൻസ്വാർ, അൻസ്വാരികളെ, ലൗ ശിഅ്തും ഖുൽതും വലസദഖ്തും വലസുദ്ദിഖ്തും. അൻസ്വാരികളെ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കാര്യം പറയാം, അത് സത്യമാണ്, നിങ്ങൾ പറയുന്നത് സത്യമാണെന്ന് അംഗീകരിക്കപ്പെടുകയും ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, അതൈതനാ തുരീദൻ ഫആവൈനാക്. മക്കക്കാര് മുഴുവനും ആട്ടിയോടിച്ചപ്പോൾ ഞങ്ങളല്ലയോ നബിയേ അങ്ങേക്ക് അഭയം തന്നത്? ആരാ ത്വലഅൽ ബദ്ർ പാടിയത്? അൻസ്വാരികളല്ലേ? അവരല്ലേ ഹബീബിനെ സ്വീകരിച്ചത്? മക്കക്കാര് തുരത്തി ഓടിച്ചപ്പോ ഹബീബിനെ സ്വീകരിച്ച അൻസ്വാരികളാണ്. നബി ഞങ്ങൾ പറയുന്നു, അൻസ്വാരികളെ, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് പറയാം, നബിയെ നിങ്ങളെ ആട്ടിയോടിച്ചപ്പോൾ ഞങ്ങളല്ലയോ അങ്ങയെ കൈനീട്ടി സ്വീകരിച്ചത്? അത് സത്യമാണ്. നിങ്ങൾക്ക് പറയാം, വശരീദൻ ഫനസ്വർനാക്. ആരാരുമില്ലാതെ ജനങ്ങൾ അങ്ങയെ ഒറ്റപ്പെടുത്തിയപ്പോൾ ഞങ്ങളല്ലയോ നബിയെ നിങ്ങളെ കൂടെ നിന്ന് സഹായിച്ചത്? അങ്ങനെയല്ലേ ഞങ്ങൾ അൻസ്വാരികൾ എന്നറിയപ്പെടുന്നത്? അത് പറയാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് അൻസ്വാരികളെ. നിങ്ങളത് പറഞ്ഞാൽ അത് സത്യമാണ്. വളഈഫൻ ഫഖവൈനാക്. നബിയെ, അങ്ങ് ദുർബലരായി വന്നപ്പോൾ ഞങ്ങളല്ലയോ പാറ പോലെ അങ്ങയുടെ കൂടെ നിന്ന് അങ്ങേക്ക് ശക്തി പകർന്നു തന്നത്? ഞങ്ങളല്ലേ നബിയെ? അങ്ങനത്തെ ഞങ്ങൾക്കാണോ അങ്ങൊന്നും തരാതിരുന്നത് എന്ന് വേണമെങ്കിൽ അൻസ്വാരികളെ നിങ്ങൾക്ക് എന്നോടും പറയാൻ അവകാശമുണ്ട്. നോക്കണം ഹബീബിന്റെ രീതി. രണ്ട് പക്ഷം നിന്ന് ആലോചിക്കുകയാണ്, അവരെ ചിന്തിപ്പിക്കുകയാണ്. അവരെല്ലാം പറഞ്ഞു, അവരെ അതെ എന്നല്ല പറയുന്നത്, ഞങ്ങൾ അങ്ങനെ ചെയ്തു എന്ന് അവകാശവാദം അവരാർക്കും പറയാൻ ധൈര്യമില്ല. അവരങ്ങനെ തലതാഴ്ത്തി നിൽക്കുന്നു. അവരുടെ കണ്ണെന്ന് കണ്ണുനീരൊലിക്കുകയാണ്. മുത്തനബിയാണ് പറയുന്നത്. അൻസ്വാരികൾ ചെയ്ത ഉപകാരങ്ങൾ അവര് പോലും പറയാതെ നബി തങ്ങൾ ഇങ്ങോട്ട് പറയുകയാണ്. വഖാലൂ, അവര് മുഴുവൻ പറഞ്ഞു, അൽ മിന്നത്തു ലില്ലാഹി വലിറസൂലിഹി. ഈ എല്ലാ നന്മയും ചെയ്തത് അല്ലാഹുവാണ്, അവന്റെ റസൂലാണ്. ഇനി ഹബീബായ നബി തങ്ങൾ പറയുന്നു, യാ മഅശറൽ അൻസ്വാർ. അൻസ്വാരികളെ, അൻതുമുശ് ശിആർ വന്നാസു ദിഥാർ. പൊതുജനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരല്ലയോ നിങ്ങൾ? അൻസ്വാരികളെ, അൻസ്വാരികളെ, നിങ്ങൾക്കൊരു വിഷമം തോന്നിയോ? ദുന്യാവിന്റെ ചില എച്ചിലുകൾ ഞാൻ ചില ആളുകൾക്ക് വീതിച്ചു കൊടുത്തപ്പോ നിങ്ങൾക്ക് വിഷമം തോന്നിയോ അൻസ്വാരികളെ? വവകൽതും ഇലാ ഈമാനിക്കും. നിങ്ങൾക്ക് ഈമാനുണ്ടെന്ന ഉറപ്പിൽ നിങ്ങൾ എന്റെ കൂടെ ഈമാനിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. നിങ്ങൾക്ക് ഞാൻ ഇനി സമ്പത്ത് തന്നുകൊണ്ട് ആശ്വസിപ്പിക്കേണ്ടതില്ലാത്ത വിധം നിങ്ങളുടെ ഈമാൻ പരിപൂർണമാണെന്ന് ഞാൻ മനസ്സിലാക്കിയതിന്റെ പേരിൽ നിങ്ങൾക്ക് തരാതിരുന്നതിനാണോ? ദുന്യാവിന്റെ ചില എച്ചിലുകൾ കിട്ടാത്തതിന്റെ പേരിലാണോ നിങ്ങൾ എന്നോട് വിഷമം വിചാരിക്കുന്നത്? അൻസ്വാരികളെ, മക്കക്കാരും ഖുറൈശികളും ആടുകളുടെ കയറ് അവരവരുടെ ഖൈമകളിലേക്ക് കടന്നു പോകുമ്പോൾ നിങ്ങൾ പോകുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ചുകൊണ്ടല്ലേ? അത് നിങ്ങൾക്ക് പോരെ? ഇതിന് അത്ഭുതം എന്താണെന്നറിയോ? ഈ ഒട്ടകക്കൂട്ടങ്ങളിൽ ഒരാട് പോലും ഹബീബ് എടുത്തിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങൾക്ക് വിതരണം ചെയ്തതാണ്. പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്തു, ഈമാൻ ദുർബലമായവർക്ക് വിതരണം ചെയ്തു. ഹബീബൊന്നും എടുത്തില്ല.
ഹബീബിന്റെ കൈ എംറ്റിയാണ്, ഒന്നുമില്ല. ആ തുറന്ന കൈകളോടുകൂടെ അൻസ്വാരികളുടെ കൂടെയാണ് ഹബീബ് പോകുന്നത്. അൻസ്വാരികളെ, നൂറുകണക്കിന് ആടുകളുമായി ഖുറൈശികളിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്നവർ മക്കയിലേക്ക് പോകുമ്പോ അവര് പോകുന്ന അവരുടെ കൈകളിൽ ആടുമാടുകളുടെ കയറുകളാണെങ്കിൽ അള്ളാന്റെ റസൂലിന്റെ കൈയല്ലേ നിങ്ങളുടെ കൈകളിലുള്ളത്? അത് നിങ്ങൾക്ക് പോരെ? അവർ കരയാൻ തുടങ്ങി. യാ മഅശറൽ അൻസ്വാർ, അൻസ്വാരികളെ, അൻസ്വാരികളെ, ലൗ സലക്കൻ നാസു വാദിയൻ വശഅബൻ വസലക്കൽ അൻസ്വാറു ശഅബൻ ലസലക്തു ശഅബൽ അൻസ്വാർ. ഈ രാത്രിയിൽ അന്തിയുറങ്ങാൻ ജനങ്ങളെല്ലാം ഓരോരോ താഴ്വരകൾ തെരഞ്ഞെടുക്കുകയും അൻസ്വാരികൾ ഏതെങ്കിലും ഒരു താഴ്വര തെരഞ്ഞെടുക്കുകയുമാണെങ്കിൽ ഞാൻ അൻസ്വാരികളുടെ കൂടെയാണ് പോരുന്നത്. അല്ലാഹുമ്മ റഹമിൽ അൻസ്വാർ വഅബ്നാ അൽ അൻസ്വാർ വഅബ്നാ അബ്നാഇൽ അൻസ്വാർ. അല്ലാഹുവേ, അൻസ്വാരികൾക്ക് റഹ്മത്ത് ചെയ്യണേ, അവരുടെ മക്കൾക്ക് റഹ്മത്ത് ചെയ്യണേ, അവരുടെ മക്കളുടെ മക്കൾക്ക് റഹ്മത്ത് ചെയ്യണേ എന്ന് ഹബീബായ നബി തങ്ങൾ ദുആ കൂടെ ചെയ്തപ്പോ ആ സദസ്സ് പൊട്ടിക്കരയുകയാണ് ഉണ്ടായത്. അവര് പൊട്ടിക്കരഞ്ഞു. ഖാമു യുഖബ്ബിലൂന യദ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ കരം ചുംബിച്ചുകൊണ്ടവർ മുഴുവനും കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോരുന്നു. നബിയേ, ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും നീങ്ങി നബിയേ, ഞങ്ങൾക്ക് അങ്ങോട്ട് വിഷമമില്ല നബിയേ. ദുനിയാവിന്റെ എച്ചുരുകൾ കിട്ടാത്തതിന്റെ പേരിൽ ഞങ്ങളിൽ ചില ആളുകൾ പറഞ്ഞു പോയത് ഞങ്ങളോട് പൊറുക്കണേ നബിയേ. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരുടെ മനസ്സിൽ കിടക്കുന്ന കറകൾ, മനസ്സിനെ മലിനമാക്കുന്ന ചിന്തകളെ ഇല്ലായ്മ ചെയ്ത് ശുദ്ധീകരിക്കുന്ന മുത്താണ് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. فاق النبيين في خلق وفي خلق، فاق النبيين في خلق وفي خلق، ولم يدانوه في علم ولا كرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ظلمت سنة من أحيا الظلام إلى أن اشتكت قدماه الضر من ورمي. مولاي حبيبك خير الخلق كلهم. وشد من سغب أحشاءه وطوى تحت الحجارة كشحا مترف الأدم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. وراودته الجبال الشم من ذهب عن نفسه فأراها أيما شممي. مولاي صل وسلم دائما أبدا وكيف تدعو إلى الدنيا ضرورة من، وكيف تدعو إلى الدنيا ضرورة من لولاه لم تخرج الدنيا من العدم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. وأكدت زهده في الدنيا ضرورته
إن الضرورة لا تعدو على العصم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഹബീബിന്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ട ദിനരാത്രങ്ങളാണ്, ദിവസ ജീവിതത്തിൽ എപ്പോഴും റബീഉൽ അവ്വൽ വിശേഷിച്ചു. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. സ്റ്റേജിലുള്ളവരൊന്നും എഴുന്നേൽക്കണ്ട, അല്ലാതെ പ്രയാസമില്ലാത്തവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് 3 സ്വലാത്ത് ചൊല്ലുക. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സല്ലി അലാ سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وبارك وسلم عليه. جزاكم الله خير. ഇരിക്കി. നമ്മുടെ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ നമ്മളെല്ലാവർക്കും അറിയും, ദീനിന്റെ വിഷയത്തിൽ, അല്ലാഹുവിന്റെ വിഷയത്തിൽ കണിശമായ തീരുമാനങ്ങൾ എടുക്കുകയും അതിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്ത ഒരു വളരെ പ്രൗഢമായ നേതൃത്വം നൽകിയിരുന്ന മർഹൂം സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, അല്ലാഹു മഹാനവരുടെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ഞങ്ങൾ ദാൽഹുദയിൽ പഠിക്കുന്ന കാലം തങ്ങളായിരുന്നു ദാൽഹുദയുടെ പ്രസിഡന്റ്. അതുകൊണ്ട് തന്നെ ഇടക്കിടക്കൊക്കെ തങ്ങള് വരാറും കാണാറുമൊക്കെ ഉണ്ടായിരുന്ന ആ കാലം ഓർക്കുകയാണ്. തങ്ങളുടെ പേരിൽ നമ്മൾ നടത്തുന്ന റിലീഫ് സെൽ, അതുപോലെ തന്നെ SKSF-ന്റെ സഹചാരി, ഇത് രണ്ടിന്റെയും സംയുക്തമായി നടത്തുന്ന ഈ പരിപാടി ഇൻഷാ അല്ലാഹ് ഒരു ചെറിയൊരു കൂപ്പൺ വിതരണം ചെയ്യുന്നുണ്ട്. 500 രൂപയുടെ ഒരു സഹായ കൂപ്പണാണിത്. അത് നിങ്ങൾ ഓരോരുത്തരും, പറ്റുന്ന മുഴുവൻ ആളുകളും, ഒന്ന് പറ്റുന്നവർ 1, 2, ഇതിലേറെ പറ്റുന്നവരങ്ങനെ ഇൻഷാ അല്ലാഹ് അത് കൈപ്പറ്റുകയും ആ ഒരു സംഖ്യ നമ്മുടെ ഈ പദ്ധതിയിലേക്ക് പാവപ്പെട്ട ആളുകളെ, രോഗികളെ, വിഷമുള്ള ആളുകളെയൊക്കെ സഹായിക്കാനുള്ള ഒരു സംവിധാനമാണിത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ സംഘാടകർ, നമ്മുടെ വോളണ്ടിയേഴ്സ് കൊണ്ടുവരുമ്പോൾ അത് നിങ്ങൾ സ്വീകരിക്കണം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ തങ്ങളുടെ കയ്യിലേക്ക്, ഹാഷിം തങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചതിന്റെ ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ. പിന്നെ എല്ലാ ആളുകളും ഇൻഷാ അല്ലാഹ് ഒരു കൂപ്പണെങ്കിലും കൈപ്പറ്റണം എന്നറിയിക്കുകയാണ്. നമ്മുടെ പ്രവർത്തകന്മാരിൽ നിന്നത് സന്തോഷത്തോടെ അല്ലാഹുവിന്റെ വഴിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നന്മയായിട്ട് കണക്കാക്കി പറ്റുന്നവരൊക്കെ ചെയ്യാം. ആർക്കാ പറ്റില്ല എന്ന് എനിക്കറിയില്ല, പക്ഷെ അല്ലാഹുവിനറിയാം. അതുകൊണ്ട് എന്ത് ചെയ്യാ, അത് മുൻനിർത്തിയിട്ട് ചെയ്തേക്കാം. അല്ലാഹു തആല ഖബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീതിക്ക് വേണ്ടി നടത്തിയ ഹബീബിന്റെ ആദ്യത്തെ വിളംബരമാണിത്. ഇവിടുന്ന് പറയുമായിരുന്നു, അല്ലാഹുമ്മ മൻ വലിയ മിൻ അംരി ഉമ്മതി ശൈഅൻ ഫറഫഖ ബിഹിം ഫർഫഖ് ബിഹി. അല്ലാഹുവേ, എന്റെ ഉമ്മത്തുകളുടെ ഉത്തരവാദിത്വം ആരെങ്കിലും ഏറ്റെടുക്കുകയും നേതൃസ്ഥാനത്തേക്ക് രാഷ്ട്രീയമോ അല്ലാതെയോ ഉള്ള ഏതെങ്കിലും നേതൃസ്ഥാനത്തേക്ക് കടന്നു വരികയും വിശ്വാസി ജനങ്ങളോട് കരുണയോടെ പെരുമാറുകയും ചെയ്താൽ ഫർഫഖ് ബിഹി, ആ ആളോടും നീ കരുണ ചെയ്യണമേ എന്ന് നബി തങ്ങൾ ദുആ ഇറക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ വലിയ മിൻ അംരി ഉമ്മതി ശൈഅൻ ഫശഖ അലൈഹിം ഫശ്ഖുക അലൈഹി. അല്ലാഹുവേ, എന്റെ ഉമ്മത്തുകളുടെ ഏതെങ്കിലും ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അവരെ വിഷമിപ്പിക്കുകയാണെങ്കിൽ അല്ലാഹുവേ, നീ അയാളെ വിഷമിപ്പിക്കണേ എന്ന് ദുആ ഇരുന്നിട്ടുണ്ട് റസൂലുള്ളാഹി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങളുടെ അദമ്യമായ ഔദാര്യശീലത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ആ ഹുനൈൻ.
ജനങ്ങൾ ഹബീബായ നബിയിൽ നിന്ന് ആടുകളും ഒട്ടകങ്ങളും പശുക്കളും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി മുത്ത് നബി തങ്ങളുടെ പിന്നാലെ കൂടിയിട്ട് നബി തങ്ങളുടെ തലപ്പാവ് പോലും ഒരു മുള്ളുമരത്തിൽ കുടുങ്ങി പോവുകയും നബി തങ്ങൾ പറഞ്ഞു, കുഫു അലയ്യ റിദാഇ, എന്റെ തലപ്പാവിന്റെ തട്ടം എനിക്കൊന്ന് തരൂ, അത് കുടുങ്ങിപ്പോയിട്ടുണ്ട്, അതൊന്ന് തരൂ, എനിക്കൊന്ന് തരൂ. ഹബീബായ നബിയുടെ വസ്ത്രം പോലും ജനങ്ങൾ നബി തങ്ങളെ തള്ളിയിട്ട് ഹബീബായ നബി തങ്ങളുടെ തലപ്പാവ് പോലും മുൾമരത്തിൽ തട്ടി നിൽക്കുമ്പോ നബി തങ്ങൾ പറയുന്നു, ജനങ്ങളെ, അയ്യുഹന്നാസ് ഖുഫു അലയ്യ റിദാഇ, എന്റെ തലപ്പാവൊന്ന് വിടൂ, എന്റെ തലപ്പാവൊന്ന് വിട്ടുതരൂ എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ട് ഒരു പ്രഖ്യാപനം കൂടെ നടത്തുന്നുണ്ട് അവിടെ. എന്താണ് ആ പ്രഖ്യാപനം? ഫവല്ലദീ നഫ്സി ബിയദിഹി. അത്രയും സീരിയസ് വിഷയങ്ങളാകുമ്പോഴാ നബി തങ്ങൾ ഈ പ്രയോഗം പ്രയോഗിക്കുക. ആരുടെ കയ്യിലാണോ ഈ മുഹമ്മദ് നബിയുടെ ശരീരം കിടക്കുന്നത്, ആ അല്ലാഹു തന്നെയാണ് സത്യം. ഫവല്ലദീ നഫ്സി ബിയദിഹി, എന്റെ റബ്ബിനെ തന്നെയാണ് സത്യം. ലൗ അന്ന ലീ മിഥല ശജരി തിഹാമത ഇബ്ലൻ വബഖറൻ വഗനമൻ ലഅൻഫഖ്തുഹാ. ഈ തിഹാമ മരുഭൂമിയിലെ ആയിരക്കണക്കിന് ചെടികളോളം വൃക്ഷങ്ങളോളം ആടുകളും ഒട്ടകങ്ങളും പശുക്കളും ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം ജനങ്ങളെ നിങ്ങൾക്ക് ഞാൻ തന്നേനെ, നിങ്ങൾക്ക് ഞാൻ തന്നേനെ. നിങ്ങൾ എന്തിനാണ് എന്നെ തള്ളിയിട്ട് എന്റെ തലപ്പാവ് പോലും മുള്ളുമരങ്ങളിൽ കൊത്തി വലിക്കുമാർ നിങ്ങൾ എന്തിന് തിക്കും തിരക്കും കൂടണം? ثم لا تجدونني بخيلا ولا جبانا ولا كذابا. എന്നിട്ട് നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയും, ഞാൻ നുണയല്ല പറയുന്നത്, ഞാൻ ഭീരുവല്ല, ഞാൻ പിശുക്കനുമല്ലെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുമാർ ഈ മരുഭൂമിയിലെ ചെടികളോളം സമ്പത്തുണ്ടെങ്കിൽ അത് മുഴുവൻ നിങ്ങൾക്ക് തന്നിട്ടേ ഞാൻ ഇവിടുന്ന് പോകൂ. ആരും ഒന്നും കിട്ടില്ലെന്ന് വിചാരിച്ച് വിഷമിക്കണ്ട എന്ന് ജനങ്ങളുടെ മുമ്പിൽ ഹബീബിന്റെ സത്യസന്ധതയും അവിടുത്തെ ഔദാര്യശീലവും ഉറക്ക വിളംബരം ചെയ്ത ജവാദുൻ കരീമുമാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുണ്ടെങ്കിലും മുത്തുനബി തങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കും. ജീവൻ കൈപ്പള്ളയിലാണെങ്കിൽ ആ ജീവൻ പോലും വരുന്നവർക്ക് കൊടുക്കാൻ ഒരുക്കമാണ് നബി തങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഹബീബിനെ കുറിച്ച് കവികൾ. ഹബീബിന്റെ റൂഹ് ലൗ കാനത് റൂഹുഹു ഫീ കഫ്ഫിഹി ലജാദാ ബിഹാ ഫൽയത്തഖില്ലാഹ സായിലുഹു. നബിയോട് ചോദിക്കുന്നവരെ സൂക്ഷിക്കണേ, ജീവനാണെങ്കിൽ ജീവൻ പോലും അങ്ങ് എടുത്തു കൊടുത്തേക്കും. അത്രക്ക് ഔദാര്യശീലനാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി തങ്ങൾ നീതിക്ക് വേണ്ടി പ്രഖ്യാപിച്ച അടുത്ത ഒരു പ്രഖ്യാപനം വരുന്നു. ഇതെല്ലാം ചരിത്രത്തിന്റെ ഗതി മാറ്റി എഴുതുകയും ചരിത്രത്തിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെടുകയും ചെയ്ത അത്യപൂർവം സംഭവങ്ങളാണിത്. മഖ്സൂമിയ ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് മോഷണം നടത്തുകയാണ്. മോഷണം നടത്തുന്നു. മഖ്സൂം ഗോത്രം എന്നത് മക്കായിലെ പ്രഗൽഭമായ ഗോത്രമാണ്. ആ ഗോത്രം ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ ഗോത്രമാണ്. അബൂജഹൽ, അംർ ഇബ്നു ഹിഷാം എന്ന ദുഷ്ടനായ നബി തങ്ങളുടെ ശത്രുവിന്റെ ഗോത്രമാണ്. ആ ഗോത്രത്തിലെ ഒരു പെണ്ണ് ഒരാഭരണം മോഷ്ടിച്ചപ്പോൾ ആ മോഷണം ഹബീബിന്റെ കോടതിയിലേക്ക് വരികയും ചെയ്തപ്പോ അതിന്റെ ശിക്ഷ നടപ്പാക്കൽ കൈ മുറിച്ചു മാറ്റലാണ്. ആ മുൻകൈ മുറിക്കപ്പെടുമെന്ന ശിക്ഷ നടപ്പാക്കാൻ പോകുമ്പോ ആളുകൾ ഓടിക്കൂടി. മുഹമ്മദ് നബിയോടൊന്ന് പറയണേ, മഖ്സൂം ഗോത്രക്കാര് അത് വല്ലാത്ത തറവാടല്ലേ. ബനു തമീമോ ബനു അദിയോ ആണെങ്കിൽ കുഴപ്പമില്ല, ഇത് ബനു മഖ്സൂം അല്ലേ, ആ തറവാടിന് അപമാനമല്ലേ, അപമാനമല്ലേ. ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബമാണത്, അബൂജഹലിന്റെ തറവാടാണത്. അവർക്ക് വല്ല അപമാനം തോന്നി. ആരാ നബി തങ്ങളോട് പോയി ഒന്ന് ശുപാർശ ചെയ്യുക? ആര് നബിയോട് ചെന്ന് പറയും ഒന്ന് ശുപാർശ ചെയ്യാൻ? അവരോട് ചെന്നു. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട്, അലിയാരെ, നബിയോട് നിങ്ങളൊന്ന് പറയുമോ? അങ്ങ് പറഞ്ഞാൽ ഹബീബ് കേൾക്കും. ഒന്ന് മാപ്പ് കൊടുക്കാൻ പറയണേ, ആ പെണ്ണിന്റെ കൈ മുറിക്കണ്ടെന്ന് പറയണേ.
അലി തങ്ങൾ പറഞ്ഞു, നബി തങ്ങളോട് ശുപാർശ ചെയ്യുകയോ? എന്നെ കൊണ്ട് കഴിയില്ല. പിന്നെ അവര് നോക്കി, ഇനി ആര് പറയും? ഹബീബിന്റെ ഉറ്റ കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാതെ ഇനി ആരാണുള്ളത്? അവർ ചെന്ന് ചോദിച്ചു, യാ അബൂബക്കർ സിദ്ദീഖ് എന്നവരെ തശ്ഫഉ ലനാ ഫീൽ മഖ്സൂമിയ്യ, ആ മഖ്സൂമിക്കാരിയായ പെണ്ണിന്റെ വിഷയത്തിൽ അബൂബക്കറെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ശുപാർശ ചെയ്യണം നബിയോട്. സിദ്ദീഖ് എന്നവരെ പറഞ്ഞു, എന്നെ കൊണ്ട് കഴിയില്ല. ഫാത്തിമ ബിവിയോട് ചെന്ന് പറഞ്ഞു, ഫാത്തിമ അങ്ങ് ബിദ്അത്തും മിൻ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ണമാണെന്നല്ലേ നിങ്ങളെ കുറിച്ച് നബി ഞങ്ങൾ പറയാറുള്ളത്. നിങ്ങളൊന്ന് പോയി പറയുമോ നബിയോട് ആ പെണ്ണിന്റെ കൈമുറിക്കരുതെന്ന്? ബീവി പറഞ്ഞു, ഞാൻ പറയൂല, എനിക്ക് ധൈര്യമില്ല. ഇനി ആര് പറയും? അപ്പോഴാണ് ഒരു ചെറുപ്പക്കാരന് ഓർമ്മ വരുന്നത്. അത് ഹബീബിന്റെ സ്നേഹനിധിയായ ഒരു സ്വഹാബിയുടെ മകനാണ്. ഹബീബിന്റെ പോറ്റുപുത്രൻ എന്ന് പറയുമായിരുന്ന സെയ്ദ് ഇബ്നു ഹാരിഥ തങ്ങളുടെ മകൻ ഉസാമ ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു. ചെറിയ ചെറുപ്പക്കാരനാണ്. ഉസാമ, നിങ്ങളൊന്ന് പോയി പറയുമോ, അൻത ഹിബ്ബു റസൂലില്ലാഹി വബിനു ഹിബ്ബി റസൂലില്ലാഹ്, ഹബീബിന്റെ മെഹബൂബിന്റെ മോനല്ലേ നിങ്ങളുടെ വാപ്പ ഹബീബിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മെഹബൂബ് അല്ലയോ ഉസാമ ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് മഹാനായ സെയ്ദ് ഇബ്നു ഹാരിഥ റളിയല്ലാഹു അൻഹു. ഉസാമ, നിങ്ങളൊന്ന് പറയുമോ, നബി തങ്ങളോട് പറയുമോ? ഉസാമ തങ്ങൾ പറഞ്ഞു, നബിയേ, അശ്ഫഉ യാ റസൂലല്ലാഹ് ഫിൽ മഖ്സൂമിയ്യ ലാ തഖ്തഅ യദഹാ, നബിയേ ആ പെണ്ണിന്റെ കൈ അങ്ങ് മുറിക്കരുതേ നബിയേ, ഞാൻ ശുപാർശ ചെയ്യുകയാണ്. ഇഷ്ടപ്പെട്ട ഒരാൾ പറയുമ്പോ നമ്മളിത് കേൾക്കുമല്ലോ. നബി തങ്ങൾ വിളിച്ചു. ആരോടായി പറയുന്നത്? നീതിയുടെ വിഷയത്തിൽ, ഖിസാസിന്റെ വിഷയത്തിൽ നീതിയുടെ പരമമായ മാതൃകകൾ കാണിച്ച നബിയോടാണിത്. ബദറിലെങ്ങാനും ഉകാശത്ത് ഇബ്നു മുഹ്സൻ റളിയല്ലാഹു അൻഹു, ഉകാശ റളിയല്ലാഹു തആല ഒരൽപ്പം ലൈനിൽ നിന്ന് ഒരൽപ്പം മുന്നോട്ട് നിന്നപ്പോ ഹബീബിന്റെ പല്ല് തുടക്കുന്ന ആ ഒരു ചെറിയ മരക്കമ്പ് അറാക്കുകൊണ്ട് ഒന്ന് നേരെ നിൽക്കൂ എന്ന് നബി തങ്ങൾ പറഞ്ഞ ഉകാശ റളിയല്ലാഹു അൻഹുവിനോടാ നബി തങ്ങൾ വയറിന്റെ ഭാഗത്തെ വസ്ത്രം കാണിച്ചു കൊടുത്തുകൊണ്ട്, ഉകാശ, നിങ്ങളെ ഞാനൊന്ന് കുത്തിയതിന്റെ പേരിൽ നിങ്ങൾക്ക് എന്നോട് വല്ല വെറുപ്പുമുണ്ടെങ്കിൽ പ്രതികാരമെടുത്തോളൂ. അതാണ് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖതസ്സ മിന്നി യൗമ ലാ ദീനാറും വലാ ദിർഹം, നാളെ പരലോകത്തേക്ക് വരുമ്പോൾ ഒരു ദീനാറോ ദിർഹമോ പകരം തരാൻ കഴിയാത്ത ലോകത്ത് നിങ്ങൾ എന്നോട് പ്രതികാരം ചോദിക്കരുത്. ഇവിടെ വേണമെങ്കിൽ ചോദിച്ചോളൂ, വേണ്ടതെടുക്കാം, എന്നെ പ്രഹരിക്കാം, എന്നെ അടിക്കാം. അപ്പോഴാണ് ഉകാശ റളിയല്ലാഹു അൻഹു ഹബീബിന്റെ വയറ്റത്തേക്ക് ഫൻഖബ്ബ അലാ ബത്നി റസൂലില്ലാഹി യുഖബ്ബിലുഹു, ഹബീബിന്റെ പരിശുദ്ധമായ ആ വയറ് ചുംബിക്കുകയായിരുന്നു മഹാനായ ഉകാശ റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറഞ്ഞു, ഞാൻ യുദ്ധത്തിലേക്ക് പോവുകയാണ് നബിയേ, അങ്ങയോട് പ്രതികാരം ചോദിക്കാനല്ല നബിയേ ഞാനാ പറഞ്ഞത്. എന്നാൽ ലഅല്ല ആഖിറ അഹദി ഫിദ്ദുനിയാ ബിബദനിക യാ റസൂലല്ലാഹ്, ഈ ലോകത്തോട് യാത്ര പറയുമ്പോ എന്റെ ശരീരം മറ്റാരുടെയെങ്കിലും ഒരു ശരീരത്തെ തൊട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് അങ്ങയുടെ ശരീരമാവട്ടെ അവസാനമായി ഞാൻ തൊടുന്നത്. ലഅല്ലല്ലാഹു യർഹമുനി, അല്ലാഹു എന്നോട് കരുണ ചെയ്തേക്കാം ഖബറിൽ പോയി കിടക്കുമ്പോ. അതുകൊണ്ട് നബിയേ, ഞാനൊരു പ്രതികാരത്തിന്റെ കഥയുണ്ടാക്കിയതാണ്, അങ്ങനെ വേദനിപ്പിച്ചിട്ടില്ല നബിയേ, എനിക്ക് അങ്ങയൊന്ന് ചുംബിക്കാൻ ആഗ്രഹം കൊണ്ട് ചെയ്തതാണ്. ആ നബിയോടാണ് ഉസാമ റളിയല്ലാഹു അൻഹു വന്ന് പറയുന്നത്, നബിയേ, മഖ്സൂമിയ പെണ്ണിന്റെ കൈമുറിക്കാതെ ഒന്ന് മാപ്പ് കൊടുക്കുമോ? നബി തങ്ങൾ പറഞ്ഞു, ബിലാൽ എവിടെ? ബിലാലേ വാ, അസ്വലാത ജാമിഅ, അസ്വലാത ജാമിഅ, അസ്വലാത ജാമിഅ. നിസ്കാരം നടക്കാത്ത നേരത്ത്
എന്തെങ്കിലും അത്യാവശ്യ വിഷയം സ്വഹാബത്തെ ധരിപ്പിക്കാനുണ്ടെങ്കിൽ ഹബീബായ നബി തങ്ങൾ വിളിച്ചു പറയുന്ന രീതിയാണത്. അങ്ങാടിയിലുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ചുകൂടി എന്തോ അപകടമുണ്ട്, എന്തോ അത്യാവശ്യ വിഷയമുണ്ട്, എല്ലാവരും ഓടിക്കൂടി ഹബീബായ നബി തങ്ങൾ മദീനയുടെ മിമ്പറിൽ നിൽക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചരിത്രം ചെവി തുറന്ന് കേട്ടതാണത്, ലോകം ചെവി തുറന്ന് കേൾക്കേണ്ടതാണത്. നീതിയുടെ നായകൻ, സ്വജനപക്ഷപാതവും അതുപോലെയുള്ള ധർമ്മത്തിന് യോജിക്കാത്ത, നന്മക്ക് നീതിക്ക് യോജിക്കാത്ത സംഭവ വികാസങ്ങൾ നടക്കുന്ന ലോകത്താണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ പ്രഖ്യാപനം നമ്മൾ കേൾക്കേണ്ടത്. ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലകും, സ്വഹാബികളെ, നിങ്ങളുടെ മുൻ സമുദായങ്ങൾ, ജൂതന്മാരും ക്രിസ്ത്യാനികളും ബനു ഇസ്രായേലുകള്, അവരെല്ലാം നശിക്കാൻ കാരണം എന്താണെന്നറിയുമോ? അവരിലെ മുതിർന്നവര്, VIP-കള് തെറ്റ് ചെയ്താൽ അവരെ വെറുതെ വിടും. അവരിലെ പാവപ്പെട്ടവർ തെറ്റ് ചെയ്താൽ അവരെ പിടിച്ച് ശിക്ഷിക്കും. എന്നാൽ എന്റെ ഉമ്മത്തിൽ ഞാനത് നടത്താൻ വിടുകയില്ല. അല്ലാഹുവിനെ തന്നെയാണ് സത്യം. അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലൗ അന്ന ഫാത്തിമ ബിൻത മുഹമ്മദിൻ, മുഹമ്മദ് നബി തങ്ങളുടെ മോൾ ഫാത്തിമ ബീവി എങ്ങാനും സറഖത്, മോഷ്ടിക്കുകയാണെങ്കിൽ ലഖതഅതു യദഹാ, ആ ഫാത്തിമയുടെ കൈ വാപ്പയായ ഞാൻ മുറിക്കും സുഹാബ. അങ്ങനെ നീതി നടപ്പാക്കാൻ കടപ്പെട്ടവനാണ് ഞാൻ. അങ്ങനത്തെ എന്നോടാണോ മഖ്സൂമിയ ഗോത്രക്കാരുടെ വിഷയത്തിൽ ശഫാഅത്ത് ചെയ്യുന്നത്? ഉസാമ, അതശ്ഫഉനി ഫീ ഹദ്ദിൻ മിൻ ഹുദൂദില്ലാഹ്. ഫാത്തിമ ബീവിയാണ് നബി തങ്ങൾ പറയുന്നത്. ഫാത്തിമ ബീവി മോഷണം ചെയ്താൽ ഞാൻ അവരുടെ കൈമുറിക്കും. ഇമാം സുഹരി തങ്ങൾ കരഞ്ഞുകൊണ്ടാണ് ഇതിന് വ്യാഖ്യാനം ചെയ്തത്. വഹാശാ ലില്ലാഹി അൻ തസ്രിഖ ഫാത്തിമ, ഫാത്തിമ ബീവി അങ്ങനെ മോഷ്ടിക്കാനാ? ഹാശാ ലില്ലാഹ്, ഫാത്തിമ മോഷ്ടിക്കുമോ റളിയല്ലാഹു അൻഹ? എന്നിട്ടും നബി തങ്ങൾ ഉദാഹരണം പറഞ്ഞു, എന്റെ മോൾ ഫാത്തിമയാണ് മോഷണം നടത്തുന്നതെങ്കിൽ തന്നെ ഫാത്തിമയുടെ കൈ ഞാൻ മുറിക്കും. പിന്നെയുണ്ടോ മഖ്സൂമി ഗോത്രക്കാരി എന്ന തറവാടിന്റെ പേര് പറയുന്നു. ആരാണ് ഈ മോളെന്നറിയണേ? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയെ വിവാഹം ചെയ്തതിന് ശേഷം ഫാത്തിമ ബീവി ജീവിച്ചിരിക്കെ തന്നെ അബൂജഹലിന്റെ ഒരു മകൾ, മുസ്ലിമത്തായ മുഅ്മിനത്തായ ഒരു മകളെ, ആ മഹദിയെ വിവാഹം ചെയ്യാൻ അലി റളിയല്ലാഹു അൻഹു ആഗ്രഹിക്കുന്നുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ചെവിയിലേക്ക് വിവരമെത്തുന്നു. അല്ലാഹുവിന്റെ ഹബീബ് അലിയാരെ വിളിച്ചു, അലിയാരെ, 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 ഞാനെന്ന് പറഞ്ഞോട്ടെ, അനലാ ഉഹർരിമു ഹലാലൻ വലാ ഉഹല്ലിലു ഹറാമാ. അലി, അല്ലാഹു നിങ്ങൾക്ക് രണ്ട് ഭാര്യമാരെ അനുവദിച്ച ഒരു ഹലാലിനെ ഹറാമാക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു ഹറാമിനെ ഹലാലാക്കാനുമല്ല. എന്നാൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ അലിയേ, വലാകിൻ വല്ലദീ നഫ്സി ബിയദി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലാ തജ്തമിഉ ബിൻതു റസൂലില്ലാഹ് വ ബിൻതു അദുവില്ലാഹി തഹ്ത സഖഫിൻ വാഹിദ്. അലിയാരേ, അല്ലാഹുവിന്റെ റസൂലിന്റെ മോളും അല്ലാഹുവിന്റെ റസൂലിന്റെ ശത്രുവിന്റെ മകളും ഒരു മേൽക്കൂരക്ക് താഴെ ഇരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അലിയാരെ, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇന്ന ഫാത്തിമ ബിൽഗത്തും മിന്നി, ഫാത്തിമ എന്റെ ഒരു കഷ്ണമാണ്. എനിക്ക് വിഷമമുള്ളത് ഫാത്തിമാക്ക് വിഷമമാണ്, ഫാത്തിമ ബീവിക്ക് വിഷമമുള്ളത് എനിക്ക് വിഷമമാണ്. അവരുടെ ഇഷ്ടം എന്റെ ഇഷ്ടമാണ്, എന്റെ ഇഷ്ടം അവരുടെ ഇഷ്ടമാണ്. അങ്ങനത്തെ മോളാണെന്ന് മുത്തുനബി ഞങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ അലി റളിയല്ലാഹു അൻഹു ആ ഒരു ഉദ്യമത്തിന് മുതിരുകയുണ്ടായില്ല. മഹാനായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രിയപ്പെട്ട മോളെ കുറിച്ചാണ് നബി തങ്ങൾ സത്യം ചെയ്ത് പറഞ്ഞത്. ഇത് ലോകത്തിന്റെ ചരിത്രം മാറ്റിയെഴുതിയ വിളംബരമല്ലയോ? വഅയ്മുല്ലാഹ്
അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലൗ അന്ന ഫാത്തിമ ബിൻത മുഹമ്മദിൻ സറഖത് ലഖതഅതു യദഹാ. മുഹമ്മദ് നബിയുടെ മകൾ ഫാത്തിമ ബീവി തന്നെയാണ് മോഷണം നടത്തുന്നതെങ്കിൽ ഞാൻ അവരുടെ കൈ മുറിക്കുമെന്ന് പ്രഖ്യാപിച്ച ലോക ചരിത്രത്തിന്റെ നിർണായകമായ വിളംബരങ്ങളിൽ ഒന്നാണ് ഹബീബിന്റെ ഈ വിളംബരം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കാ നഗരം ഇസ്ലാമിന്റെ കീഴിലേക്ക് വന്നിരിക്കുകയാണ്. 360ഓളം ബിംബങ്ങളെ വെച്ച് പൂജിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മഅബൂദായ ഏകനായ അല്ലാഹുവിന്റെ തൗഹീദിലേക്ക് മക്കാ നഗരം കടന്നു വന്ന നേരം കഅബാലയത്തിന്റെ ആ ത്രഷോൾഡിൽ നിന്നുകൊണ്ട് നബി തങ്ങൾ സംസാരിക്കുകയാണ്. കഅബാലയത്തിന്റെ വാതിൽപ്പടിയിൽ നിന്നിട്ട് ശത്രുക്കൾ മുഴുവനും അവിടെയുണ്ട്. ഹബീബായ നബി തങ്ങളുടെ കഴുത്തിലേക്ക് ഒട്ടകത്തിന്റെ ചീഞ്ഞു നാറുന്ന വേസ്റ്റ്, ഒട്ടകത്തിന്റെ വേസ്റ്റ് നമ്മൾ ആലോചിക്കണം. ഒരു ചിക്കന്റെ വേസ്റ്റ് സഹിക്കാൻ പറ്റുമോ നമുക്ക്? ഒട്ടകത്തിന്റെ ആ കുടൽമാലകളും ഒട്ടകത്തിന്റെ സർവമാന വിസർജ്യവും ഹബീബിന്റെ തലയിലേക്ക് ഇട്ട് കൊണ്ടുവന്ന് ഹബീബിനെ വേദനിപ്പിച്ചവരുണ്ട്. അന്ന് മക്കയിൽ അവരുടെ ബന്ധുക്കളുണ്ട്, മക്കളുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിനെ അട്ടിയോടിച്ചവരുണ്ട്. മുത്തനബി തങ്ങളോട് യുദ്ധം ചെയ്തവരുണ്ട്. ഹബീബിന്റെ മുൻപല്ല് പൊട്ടിച്ചവരുണ്ട്. ഹബീബിനെ കുഴിയിൽ ചാടിച്ചവരുണ്ട്. മുത്തനബി തങ്ങളെ വേദനിപ്പിച്ചവരുണ്ട്. അവിടുത്തെ പരിശുദ്ധമായ വചനത്തിലൂടെ മുഖത്തിലൂടെ ചോരപ്പാടുണ്ടാക്കിയവരുണ്ട്. അവിടെ അവരോട് നബി തങ്ങൾ ചോദിച്ച ചോദ്യമുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂല് വാളുകൊണ്ടാണ് ഇസ്ലാം ലോകത്തുണ്ടാക്കിയത് എന്ന് പറയുന്ന അല്പന്മാർ ചെവി തുറന്നു കേൾക്കേണ്ട ഹബീബിന്റെ ജീവിതത്തിലെ ഒരനുഭവം. ആ ഹബീബ് ചോദിച്ചുവല്ലോ, യാ മഅശറ ഖുറൈശ്, ഖുറൈശികളെ, മാ ظنكم أني فاعل بكم. 10,000-ലേറെ വരുന്ന സ്വഹാബികളുമായി വന്ന നബിയാണിത്. മദീനയിൽ നിന്ന് മക്കയിലേക്ക് നബിയോട് കൂടെ വന്ന പട്ടാളം പോലെ ഹബീബിന്റെ കൂടെ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന 10,000 സ്വഹാബിമാര്, ഒരു വിരൽ ചൂണ്ടിയാൽ എന്തും ചെയ്യാൻ കഴിയുന്ന സ്വഹാബിമാര്. അവർ വരുന്നത് എങ്ങനെയെന്നറിയോ? ജാഅൽ ഹഖ് വസഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂഖാ. സത്യം പുലർന്നിരിക്കുന്നു, അസത്യം നാമാവശേഷമായിരിക്കുന്നു, അസത്യം ലോകത്ത് വിജയിക്കുകയേ ഇല്ല എന്ന അല്ലാഹുവിന്റെ കലാം ഖുർആൻ ഓതിയിട്ട് വിളംബരം ചെയ്തു വരുന്ന സ്വഹാബികളെ ബാക്കിൽ നിർത്തിയിട്ടാണ് ഹബീബായ നബി തങ്ങൾ ചോദ്യം ചോദിക്കുന്നത്. ഖുറൈശികളെ, നിങ്ങളെയൊക്കെ ഞാൻ എന്തു ചെയ്യുമെന്നാ നിങ്ങൾ വിചാരിക്കുന്നത്? അവർക്കറിയാം ഇത് പ്രതിരോധിക്കാൻ കഴിയാത്ത വിധം സുശക്തമാണ്. അൻത അഖുൻ കരീം ഇബ്നു അഖിൻ കരീം, നിങ്ങൾ ഞങ്ങളുടെ മാന്യനായ സഹോദരനാണ്. ഞങ്ങളുടെ മാന്യനായ സഹോദരൻ മരിച്ചുപോയ അബ്ദുള്ളയുടെ മകനാണ് നിങ്ങൾ റളിയല്ലാഹു അൻഹു. ഹബീബായ നബിയോടാണ് ഈ പറയുന്നത്. അവരെ ലോകത്തിന്റെ ഗുരുവിടെന്ന് വിളിച്ചു പറയാൻ പോവുകയാണ്. ജനങ്ങളെ, നിങ്ങൾക്കറിയുമോ, എന്റെ പ്രവാചക പരമ്പരയിലെ സഹോദരനായിരുന്ന യൂസുഫ് അലൈഹിസ്സലാം, അൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം, യൂസുഫ് ഇബ്നു യാക്കൂബ് ഇബ്നു ഇസ്ഹാഖ് ഇബ്നു ഇബ്രാഹിം അലൈഹിമുസ്സലാം. കരീമായ ഒരാളിന്റെ മകൻ, വല്യാപ്പയും കരീമായ മഹാൻ, അവരുടെ ഉപ്പയും മഹാൻ. 4 തലമുറ പ്രവാചക പരമ്പരയിൽ വന്ന ആ ഒരു മഹത്വം കിട്ടിയത് യൂസുഫ് നബി അല്ലാതെ ആരാണ്? ആ യൂസുഫ് നബി പിഞ്ചു കുഞ്ഞായിരുന്ന കാലത്ത് പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയുകയും പിതാവിനോട് ചെന്നായ തിന്നു വാപ്പാ എന്ന് പച്ച നുണ പറഞ്ഞ് ഏതോ ചോര പുരട്ടി കൊണ്ടുവന്ന ഷട്ടുമായി പിതാവിന്റെ മുമ്പിൽ നാട്യം കാണിച്ച സഹോദരങ്ങൾ. ആ സഹോദരങ്ങൾ യൂസുഫ് നബിയുടെ മുമ്പിൽ ഈജിപ്തിലേക്ക് കൻആനിൽ നിന്ന് വന്ന രംഗത്ത് റേഷൻ വാങ്ങിക്കാൻ രാജാവിനോട്, രാജാവേ, നിങ്ങൾ ഞങ്ങളോട് ഔദാര്യം കാണിക്കണേ. ഞങ്ങൾ വന്നത് വളരെ ഞങ്ങൾക്ക് പരിപൂർണമായ അളവിൽ റേഷൻ തരണേ, ഞങ്ങൾ പാവപ്പെട്ടവരാണ് എന്ന് പറഞ്ഞ് സഹായ അഭ്യർത്ഥനയുമായി വന്ന സ്വന്തം ജ്യേഷ്ഠന്മാർ
അവരാണ് പിഞ്ചോമനയായിരുന്ന യൂസുഫ് അലൈഹിസ്സലാമിനെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞത്. ആരാരുമില്ലാത്ത ഗയാബത്തുൽ ജുബ്ബ് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുമ്പിലേക്ക് അവരെ സഹായം ചോദിച്ചു വന്നിരിക്കുന്ന നേരത്ത് യൂസുഫ് നബി ചോദിച്ചല്ലോ, നിങ്ങൾക്ക് എന്നെ അറിയുമോ? ഇല്ല. അന യൂസുഫ്, ഞാൻ യൂസുഫാണ്. യൂസുഫോ, പണ്ടെന്നോ മരിച്ചുപോയ യൂസുഫോ, നിങ്ങൾക്കറിയാം നിങ്ങളുടെ കൂട്ടുകാരനും നിങ്ങളുടെ കൊച്ചനുജനുമായ യൂസുഫിനെ നിങ്ങൾ കൊന്നിട്ടില്ല, നിങ്ങൾ പൊട്ടക്കിണറ്റിലേക്ക് എറിയുകയാണുണ്ടായത്. അന യൂസുഫു, ഞാനാ യൂസുഫാണ്. അവരാണ് രാജാവായി നിൽക്കുന്നത്. അവര് പേടിച്ച് വിറച്ച ഒരു നേരം. അതുപോലെയാണ് ഇപ്പൊ മക്കയിൽ അന്ന് യൂസുഫ് നബി സ്വന്തം ജേഷ്ഠന്മാരോട് പറഞ്ഞ വാക്കാണ്, ഖുറൈശികളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റഹീമീൻ. നിങ്ങളോട് പ്രതികാരമില്ല, നിങ്ങളോട് ഇനി പ്രതികാരമില്ല. യഗ്ഫിറുല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് തരട്ടെ, അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് തരട്ടെ. വഹുവ അർഹമുർ റഹീമീൻ, അവൻ കരുണാവാരിധിയല്ലയോ എന്ന് യൂസുഫ് നബി പറഞ്ഞ പോലെ മക്കക്കാരെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇൻതലിഖൂ വഅൻതുമുത് തുലഖാ ലാ തസ്രീബ അലൈക്കുമുൽ യൗം. ഇന്ന് നിങ്ങളോട് പ്രതികാരമില്ല, പൊയ്ക്കോളൂ പൊയ്ക്കോളൂ, ഇന്ന് നിങ്ങളോട് പ്രതികാരമില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലോക ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട പ്രഖ്യാപനമാണത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാഖൻ നബീന في خلق وفي خلق ولم يدانوه في علم ولا كرم. അമ്പിയാക്കളുടെ മുമ്പിൽ നടന്നവരെ നബിയേ, സർവ അമ്പിയാക്കന്മാരാലും അവരെക്കാളൊക്കെയും ഉയർത്തപ്പെട്ടവരെ നബിയേ, അങ്ങയുടെ സ്വഭാവ ഗുണങ്ങൾ വലുതാണല്ലോ നബിയേ. അങ്ങയുടെ സ്വഭാവ ഗുണത്തോളം ലോകത്തൊരു നബിക്കും എത്താറായില്ലല്ലോ. വദാനായ സുബുൽ ഖത്മുർ റസൂൽ മൗലായ കുൽ ജിസ്നെ ഗുബാർ റൂഹ് കോ ഗുബാർ രാഹ് കോ ബഖ്ശാ ഫറൂഗെ വാദിയെ സൈനാ നിഗാഹെ ഇശ്ഖ് മസ്തി മേ വഹി അവൽ വഹി ആഖിർ നിഗാഹെ ഇശ്ഖ് മസ്തി മേ وهي أول وهي آخر وهي قرآن وهي فرقان وهي طه وهي ياسين. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഹബീബിന്റെ മദ്രസയിൽ നിന്ന് പഠിച്ചു വന്ന ഹബീബിന്റെ തിൽമീദാണ്, ശിഷ്യനാണ് മഹാനായ ഷഹീദുൽ മിഹ്റാബ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഷാമിലേക്ക് പോകുന്നു. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബിമാർ, ബറാ ഇബ്നു മാലിക്കിനെ പോലെയുള്ള സ്വഹാബിമാർ റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ, സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളെ പോലെയുള്ളവരെ, അവരെല്ലാം ഫലസ്തീനിലാണ്. അവിടെ ഒരു യുദ്ധത്തിന്റെ വക്കോളം എത്തിയപ്പോഴാണ് ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സായുടെ ഉത്തരവാദിത്വമുള്ള പാത്രിയാർക്കീസുമാര് അവര് പറയുന്നു, ഈ വിശുദ്ധ ഭൂമിയിൽ ഒരു രക്തചിന്തലിന്റെ വേണ്ട, ഒരു സാഹചര്യം വേണ്ട. മസ്ജിദുൽ അഖ്സായുടെ മോചനമാണോ നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങളുടെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവര് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഞങ്ങൾ മസ്ജിദുൽ അഖ്സയുടെ നടത്തിപ്പുകാർ, ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾ മസ്ജിദുൽ അഖ്സായുടെ താക്കോല് നിങ്ങളുടെ നേതാവിന്റെ കയ്യിൽ കൊടുക്കാൻ റെഡിയാണ്. നിങ്ങളുടെ നേതാവ് ഇങ്ങോട്ടൊന്ന് വരണം, അതിന് പറ്റുമോ? സ്വഹാബിമാരെ വിളിച്ചു ചോദിച്ചവരോ മഹാനവറുകളോ കത്തെഴുതി ചോദിച്ചു ഉമർ തങ്ങളോട്, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ വരികയാണെങ്കിൽ ഈ അഖ്സാ പള്ളിയുടെ താക്കോൽ അവർ തരാമെന്ന് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വരാൻ പറ്റുമോ?
ഉമർ റളിയല്ലാഹു അൻഹു പുറപ്പെടുന്നു മദീനയിൽ നിന്ന് തന്റെ കൂട്ടുകാരന്റെ കൂടെ, മൗലയുടെ കൂടെ. ആ ഒരു യാത്രയിൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മസ്ജിദുൽ അഖ്സ വരെയുള്ള ദുർഘടമായ യാത്രയിൽ നിന്ന് ജബൽ മുഖബ്ബിർ എന്ന് പറയുന്ന ഒരു കൊച്ചു മലയുണ്ടെന്ന് ഫലസ്തീനിൽ. അവിടെ നിന്ന് നോക്കിയാൽ മസ്ജിദുൽ അഖ്സ അപ്പുറത്ത് കാണാൻ കഴിയും. താഴെ ഒരു താഴ്വാരമാണ് ജബൽ മുഖബ്ബിർ. ആ പരിശുദ്ധമായ മലയുടെ മുകളിൽ എത്തിയപ്പോ ഉമർ എന്നവർ മസ്ജിദുൽ അഖ്സയെ കണ്ടപ്പോൾ പറഞ്ഞ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹുവേ നീ വലിയവനാണ്, നീ മഹോന്നതനാണ്, അല്ലാഹുവേ നീ സർവോന്നതനാണ് എന്ന് തക്ബീർ ചൊല്ലിയ മലയാണ് ഇന്ന് ജബൽ മുഖബ്ബിർ എന്നറിയപ്പെടുന്ന മല. അവിടെ നമുക്ക് പോവാൻ കഴിയും. അവിടെ നിന്ന് നോക്കിയാൽ അവിടെ ആളുകൾക്ക് നോക്കി നിൽക്കാനുള്ള ഒരു സൈറ്റ് സീയിങ്ങിന്റെ സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നോക്കിയാൽ അപ്പുറത്തെ മസ്ജിദുൽ അഖ്സയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഉമർ എന്നവരെ താഴെ ഇറങ്ങി. അന്നവിടെ ഒരു അരുവി ഒഴുകുന്നുണ്ട്, അവിടെ ചെളിയുണ്ട്. ആ ചെളിയിൽ ചവിട്ടി അക്കരെ കയറി മഹാനവറുകളുടെ ആ ഒട്ടകവുമായിട്ട് അവരക്കരെ കയറി നിൽക്കുമ്പോ കൂടെയുള്ള പരിചാരകൻ ഒട്ടകപ്പുറത്തും ഉമർ എന്നവരെ താഴെയും. ഉമർ എന്നവരെ ഒരു നിർബന്ധം വെച്ചിരുന്നു തന്റെ പരിചാരകനോട്, രണ്ടാളെ ഒരുമിച്ച് ചുമന്ന് നടക്കാൻ ഈ ഒട്ടകത്തിന് കഴിയില്ല. 1500 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ ഒട്ടകത്തിന് ഒറ്റയ്ക്ക് നമ്മൾ രണ്ടാളെ ചുമക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഒരാൾ 1 മണിക്കൂർ കയറിയാൽ അടുത്ത ആള് ആ സമയം ഒട്ടകത്തിന്റെ കയറ് പിടിക്കണം. അങ്ങനെ ഊഴമായി നമുക്ക് പോകാം. അങ്ങനെ മസ്ജിദുൽ അഖ്സയുടെ മുമ്പിലെത്തുമ്പോ ഒട്ടകപ്പുറത്ത് കയറേണ്ട ഊഴം പരിചാരകന്റേതാണ്. ഉമർ റളിയല്ലാഹു അൻഹു അതിന്റെ കയറ് പിടിക്കുന്ന ഊഴമാണ്. നമ്മൾ ആലോചിക്കണം, ഇസ്ലാമിന്റെ ഭരണാധികാരികളുടെ ഏറ്റവും വലിയ വിനയവും താഴ്മയും ഏറ്റവും നല്ല ഈഗോ എന്ന് പറയുന്ന സംഗതി തൊട്ടരികത്ത് പോലും തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഹബീബിന്റെ സ്വഹാബികളാണിത്. അവർക്കതിലൊന്നും വിഷമമില്ല. മഹാനായ സ്വഹാബി ഉമർ എന്നവരോട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ, നിങ്ങൾ കയറണം. ഇവര് വിചാരിക്കൂലേ ഞാനാണ് അമീറുൽ മുഅ്മിനീൻ എന്ന്. ഉമറേ, നിങ്ങളല്ലയോ ഖലീഫ, ഞാൻ ഒട്ടകപ്പുറത്തു, നിങ്ങൾ കയറി പിടിക്കുകയോ? പറ്റില്ല, ഞാൻ ഇറങ്ങട്ടെ. ഉമർ തങ്ങൾ പറഞ്ഞു, നീ അവിടെ തന്നെ നിൽക്ക്, ഞാനും നീയും തമ്മിലുള്ള ഉടമ്പടി പ്രകാരം ഇപ്പൊ നിന്റെ ഊഴമാണ്, അവിടെ നിന്നേക്കണം. അവിടെയുള്ള സ്വഹാബിമാര് മുഴുവനും ഉമർ എന്നവരോട് വന്ന് പറഞ്ഞു, അമീറുൽ മുഅ്മിനീനെ, അങ്ങയുടെ കാലിലേക്കൊന്ന് നോക്കൂ, ചെളിയുണ്ട്. ശരീരത്തിലെ വസ്ത്രം 24ഓളം തുന്നുകളുണ്ട്. ഞങ്ങൾ ഇതിനൊക്കെ പകരം നല്ല ഒരു കോട്ട് നിങ്ങൾക്ക് കൊണ്ടുവന്നോട്ടെ. നല്ല ഒരു കോട്ട്, ഒരു ഓവർ കോട്ട്. ആ ഒരു കോട്ട് ധരിച്ചാൽ നല്ല കാണാൻ ഭംഗിയുണ്ടാകും. നിങ്ങൾ ക്രിസ്തീയ പുരോഹിതന്മാരുടെ മുമ്പിലേക്കാ പോകുന്നത്. മസ്ജിദുൽ അഖ്സായുടെ ഭരണം മുസ്ലിമീങ്ങളെ ഏൽപ്പിക്കാൻ പോകുന്ന മുഹൂർത്തമാണിത്. കേവലം ഒരു മഹല്ലിന്റെ വിഷയമല്ല ഇത്. ലോക മുസ്ലിമീങ്ങളുടെ അഭിമാനമായി മാറാൻ പോകുന്ന സംഗതിയാണത്. മുത്തുനിബിതങ്ങൾ മസ്ജിദുൽ അഖ്സ മുഅ്മിനീങ്ങളുടെ കൈകളിലേക്ക് വരുമെന്ന് നിബിതങ്ങൾ പ്രവചിച്ചതിന്റെ ആ പ്രവചനത്തിന്റെ ആരംഭമാണിത്. ഉമർ തങ്ങളെ ഏൽപ്പിക്കാൻ പോകുന്ന നേരം അവർ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, 10-24 തുന്നുകളുള്ള ഈ കുപ്പായം ഒന്ന് മാറ്റിയിട്ട് നല്ല വൃത്തിയുള്ളൊരു കോട്ട് ഞങ്ങൾ തന്നോട്ടെ. നിങ്ങൾ ഒട്ടകപ്പുറത്ത് കയറുമോ? ജനങ്ങൾ കാത്തിരിക്കുകയാണ് നിങ്ങളെ കാണാൻ. ഈ ചേറുമായി കീറിപ്പറിഞ്ഞ വസ്ത്രവുമായി നിങ്ങൾ വരുമ്പോ മുസ്ലിമീങ്ങളുടെ നേതാവിനെ കുറിച്ച് അവർക്കൊരു ഇംപ്രഷൻ വേണ്ടേ? ആ ഒരു വാക്ക് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഒരു വിളംബരം ചെയ്തിട്ടുണ്ട്. ലോക ചരിത്രത്തിന്റെ ഗതി മാറ്റിയെഴുതിയ വിളംബരം, മുസ്ലിമിന്റെ ചെവിയിൽ എപ്പോഴും അലയടിക്കേണ്ട വിളംബരം, മുസ്ലിം യുവാക്കളുടെ, യുവതികളുടെ, ആണിന്റെ പെണ്ണിന്റെ ചെവിയിലേക്ക് എപ്പോഴും ഓടി വരേണ്ട ഒരു വിളംബരം. ഉമർ എന്നവർ നിന്നിട്ട് പറഞ്ഞു, സ്വഹാബികളെ, നിങ്ങൾ എന്താണ് വിചാരിച്ചത്? നമ്മുടെ ഐശ്വര്യവും നമ്മുടെ മഹിമയും നമ്മുടെ ശ്രദ്ധയും കുപ്പായം ധരിക്കുന്നതിലൂടെയാണോ? അറിയണേ, 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 അല്ലാഹു നമ്മളെ മുസ്ലിമാക്കിയതിന്റെ പേരിലാണ് നമുക്ക് ഇസ്സത്തുണ്ടായത്. നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, നഹ്നു ഖൗമുൻ أعزنا الله بالإسلام فمن ابتغى العزة في غيره أذله الله.
സ്വഹാബികളെ നാം മുസ്ലിമീങ്ങളായപ്പോഴാണ് അള്ളാഹു നമുക്ക് അഭിമാനം തന്നത്. ഉമറിന്റെ കുപ്പായം കൊണ്ടല്ല, ഉമറിന്റെ ദീന് കൊണ്ടാണ്, നിങ്ങളുടെ ദീന് കൊണ്ടാണ് മുസ്ലിമീങ്ങൾക്ക് ഇവിടെ അംഗീകാരം ഉണ്ടായത്. നമ്മുടെ വസ്ത്രത്തിന്റെ പൊലിമ കൊണ്ടല്ല. അതുകൊണ്ട് ഇസ്ലാം മാറ്റി നിർത്തിയിട്ട് നമുക്ക് അഭിമാനം വേണമെന്ന് തീരുമാനിച്ചാൽ അള്ളാഹു നമ്മളെ നാണം കെടുത്തും. സുഹാബ ഉമർ ഇങ്ങനെ തന്നെ പോകും, ഈ തുന്നിപ്പിടിപ്പിച്ച വസ്ത്രവുമായി. ഉമർ ഇങ്ങനെയാണ് കയറാൻ പോകുന്നത് മസ്ജിദുൽ അഖ്സയിലേക്ക്. അങ്ങനെ അവര് തരുമോ ഇല്ലയോ എന്ന് നോക്കട്ടെ. അമീറുൽ മുഅ്മിനീൻ കീറിപ്പറഞ്ഞ വസ്ത്രവുമായി അവിടെ ചെന്നിട്ട് ആ മഹാന്റെ കൈകളിൽ താക്കോലുകൾ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പേർഷ്യൻ റോമൻ ഭരണാധികാരിയുടെ ഒരു സൈനിക കമാൻഡർ മഹാനായ ഉമർ എന്നവരുടെ വിഷയം അന്വേഷിച്ചുകൊണ്ട് പറയുകയുണ്ടായി. ഉമർ എന്നവരെ കാണാൻ വന്നിട്ട് മദീനയിൽ വീട്ടിലേക്ക് വന്നപ്പോൾ അവിടെ ഇല്ല. വീട്ടുകാര് പറഞ്ഞു പള്ളിയിൽ കാണും. പള്ളിയിൽ ചെന്നപ്പോ പള്ളിയിലുമില്ല. നോക്കുമ്പോ ഏതോ ഒരു മരത്തിന്റെ താഴെ കൈവച്ച് കിടന്നുറങ്ങുന്നുണ്ട് ഉമർ റളിയല്ലാഹു അൻഹു. യസ്തജുർദിന്റെ വചനം ഇന്നും നമ്മുടെ ചെവികളിലുണ്ട്. അയാൾ പറഞ്ഞ വാക്ക് ഹകംത ഫഅദൽത ഫഅമിൻത ഫനിംത ഖരീറൽ ഐൻ. ഹകംത ഫഅദൽത, ഉമറേ നിങ്ങൾ ഭരണം നടത്തി, ആ ഭരണത്തിൽ നിങ്ങൾ നീതി നടത്തി. ഫഅമിൻത, അതുകൊണ്ട് നീതി നടപ്പിലാക്കിയത് കൊണ്ട് നിങ്ങൾ സുരക്ഷിതനായി. ഫനിംത, അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ഉറങ്ങാൻ കഴിഞ്ഞു. ഖരീറൽ ഐൻ, ആരെയും പേടിക്കാതെ സുഖസുന്ദരമായി ഉറങ്ങാൻ കഴിഞ്ഞു. ഉമറേ നിങ്ങളെപ്പോലെ ലോകത്താർക്കാണാവാൻ കഴിയുക? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തുകളാണ് ഓരോ സ്വഹാബിയും. അഖൂക ഈസാ ദഅ മൈതൻ ഫഖാമ ലഹു, അഹ്മദ് ഷൗഖിയുടെ വചനങ്ങൾ. അഖൂക ഈസാ ദഅ മൈതൻ ഫഖാമ ലഹു وأنت أحييت أحجيالا من الرمم. أخوك عيسى دعا ميتا فقام له وأنت أحييت أجيالا من الأمم من الرمم. രണ്ട് വചനങ്ങളിൽ കാണാൻ കഴിയും. നബിയേ നിങ്ങളുടെ സഹോദരൻ ഈസാ നബി അലൈഹിസ്സലാം ഒരാളെയാണ്, രണ്ടാളെയാണ്, മൂന്നാളെയാണ് എഴുന്നേൽപ്പിച്ചതെങ്കിൽ അങ്ങ് ജീവൻ കൊടുത്ത് അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് സമുദായങ്ങളെയാണ്. അതുകൊണ്ടാണ് ഈസാ നബി അലൈഹിസ്സലാമിന്റെ ദമേ ഈസായദേ ബൈസാദാരി ആൻച ഖൂബാ ഹമാദാറന്ത് തൂ തൻഹാദാരി. ഹബീബായ നബിയെ ഓരോരോ പ്രവാചകന്മാർക്കും അല്ലാഹു ഓരോരോ മുഅ്ജിസത്ത് കൊടുത്തപ്പോ അല്ലാഹു വളരെ പ്രഫുല്ലമായ മുഅ്ജിസത്തുകളെ കൊണ്ട് അല്ലാഹു നിങ്ങളെ അനുഗ്രഹിച്ചില്ലയോ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. ഹബീബായ നബിയുടെ സ്വഹാബി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം മാറ്റിയ വിളംബരമായിരുന്നു അത്. നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം ഫമൻ ഇബ്തഗൽ ഇസ്സത ഫീ ഗൈരിഹി അദല്ലഹുല്ലാഹ്. മുസ്ലിമാകുമ്പോഴാണ് നമുക്ക് അഭിമാനം ഉണ്ടാകുന്നത്. നമ്മള് എന്തെല്ലാം രാഷ്ട്രീയമായും സാമ്പത്തികമായും സാമൂഹികമായും എന്തെല്ലാം നമ്മൾ പ്രവർത്തിച്ചാലും നമ്മുടെ അടിസ്ഥാനം ഈമാനാണ്, നമ്മുടെ അഖീദയാണ്, നമ്മുടെ അഅ്മാലുകളാണ്. അത് ശരിയാവാതെ നമുക്ക് അല്ലാഹു ഇസ്സത്ത് നൽകില്ല എന്ന് പ്രഖ്യാപിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പ്രഗൽഭരായ ആലിമീങ്ങളുടെ ഉലമാഇന്റെ വിളംബരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മഹാനായ അലാമത്തു സുഹരി തങ്ങൾ, ഇമാം സുഹരി റഹ്മത്തുള്ളാഹി അലൈഹി, വിജ്ഞാനത്തിന്റെ മഹാഗോപുരമായിരുന്ന അലാമത്തു സുഹരി തങ്ങൾ, ഇമാം സുഹരി തങ്ങളുടെ വിജ്ഞാനത്തിന്റെ അളവിനോളം എത്താൻ ആളുകൾക്കാകുമായിരുന്നില്ല. പ്രഗൽഭനായ ഇമാം സുഹരി തങ്ങൾ അന്നത്തെ ഭരണാധികാരികളുടെ ക്രൂര വിനോദങ്ങൾക്ക് പാത്രമാവേണ്ടി വന്ന മഹാനായ
ഹബീബായ നബി തങ്ങൾക്ക് ശേഷം വന്ന താബിഈങ്ങളിൽ കിടകാലം വന്ന പ്രഗൽഭനാണ് ഇമാം സുഹ്രി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകൾ ഹിശാം ഇബ്നു അബ്ദുൽ മലിക്കിന്റെ അരികത്തേക്ക് കടന്നു വരുന്നു. നടക്കട്ടെ അല്ലേ? കൂപ്പണൊന്നും വാങ്ങാൻ പറ്റാത്ത പോലും വാങ്ങിയവർക്കും കൊടുക്കട്ടോ. എല്ലാവർക്കും പറ്റും. അൽഹംദുലില്ലാ. കൂപ്പൺ പറ്റിയില്ലല്ലോ, എൻ്റെ 500 ഇല്ലല്ലോ എന്ന് വിചാരിച്ചിരുന്നവരൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രവർത്തകന്മാർ ഇവിടെ ഒരു വളണ്ടി ഒറ്റക്ക് നടക്കും. അതൊക്കെ ആളില്ലേ? ഉണ്ട്. അൽഹംദുലില്ലാ. ലേഡീസ് വളണ്ടിയേഴ്സും കാണുന്നുണ്ട്, ജെൻസ് ഉണ്ട്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇങ്ങനെയൊക്കെ ഒരു അവസരം കിട്ടുമ്പോഴേ നമുക്ക് ദീനിനൊക്കെ എന്തെങ്കിലും കൊടുക്കാനുള്ള സമയം കിട്ടും അല്ലേ? അപ്പോഴേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അൽഹംദുലില്ലാ. അല്ലാഹു ഖബൂലാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ പൂർത്തിയാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒന്ന് എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലിയാലോ? സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സല്ലി അലാ سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഇതെന്താറിയോ, നമ്മുടെ ഓരോ സ്വലാത്തും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഹദ്റത്തിലേക്ക് പോവാണ്. അപ്പൊ നമ്മളൊരു എന്ന സ്വലാത്ത് ചൊല്ലിയാലോ എന്ന സ്വലാത്ത് വരുന്നുണ്ടെന്ന് മലക്കുകൾ പറയാം. ആ ഉഷാറിലും ഉന്മേഷത്തിലും നബിതങ്ങളോടുള്ള ഒരു മുനാജാത്തായിട്ട് നമ്മൾ സ്വലാത്തില്ല ഹബീബിനോട് പറയാം. സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. എന്താണ് പറയുന്ന അർത്ഥം? നബിതങ്ങൾ നമുക്ക് ചെയ്തു തന്ന ഉപകാരത്തിന് തിരിച്ചുപകാരം ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല നബിയെ. അതിനൊക്കെ പകരം അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തരട്ടെ. അത്രക്ക് ഞങ്ങൾക്ക് ചെയ്തെന്നില്ലേ, അതിന് പകരം ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല നബിയെ, അങ്ങേക്ക് അള്ളാഹു ചെയ്തു തരട്ടെ എന്നാണ് ഈ പറയുന്നത്. അതുകൊണ്ട് റാഹത്തിൽ ഇങ്ങനെ മനസ്സ് വെച്ചിട്ട് നല്ല നെയ്യത്തോടുകൂടെ മലക്കുകൾ ഇങ്ങനെ കൊണ്ടുപോവാണ് നമ്മുടെ ഈ വെള്ളമുണ്ട സദസ്സിൽ നിന്ന് ഹബീബിന്റെ ഹദറത്തിലേക്ക്. റബീഉൽ അവ്വലാണ്, ആയിരക്കണക്കിന് സ്വലാത്തുകൾ വർദ്ധിക്കുന്ന സമയമാണ്. കൂട്ടത്തിൽ നമ്മുടെ വളരെ മനോഹരമായ സ്വലാത്ത് അല്ലാഹു ഖബൂലാക്കി ഹബീബിന്റെ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദറത്തിലേക്ക് അല്ലാഹുവേ സ്വലാത്തുകൾ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഹബീബിനെ ഈ മജ്ലിസ് കാണിച്ചു കൊടുത്ത് സന്തോഷിപ്പിക്കണേ റബ്ബേ. അല്ലാഹുവേ അല്ലാഹുവേ നിന്റെ ഹബീബ് കണ്ട് സന്തോഷിക്കുന്ന ഉമ്മത്തികളായി ഞങ്ങളെ സ്വീകരിക്കണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വഅദല്ലി സുഹബി സ്വലാത്തിൻ മിൻക ദായിമത്തിൻ അലൻ നബി ബിമുൻഹല്ലിൻ വമുൻസജിമി. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ على حبيبك خير الخلق كلهم. وأذن لسحب صلاة منك دائمة على النبي بمنهل ومنسجم. مولاي صل وسلم دائما أبدا. ما رنحت عذبات الباني ريح صبا. ما رنحت عذبات الباني ريح صبا.
وأطرب العيس هذا العيس بالنغم مولاي صل وسلم دائما أبدا ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا الخلق كلهم سعد سعيد زبير طلحة وأبي سعد سعيد زبير طلحة وأبي عبيدة وبن عوف عاشر الكرم مولاي صل وسلم دائما أبدا يا ربي بالمصطفى بلغ مقاصدنا يا ربي بالمصطفى بلغ مقاصدنا يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم اللهم صل وسلم وبارك عليه ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് എന്ന് പറയുന്ന അമവി ഭരണാധികാരി ഒരുപാട് ക്രൂര പ്രവർത്തനങ്ങൾ ചെയ്തവനാണ് 22ഓളം മുസ്ലിം രാജ്യങ്ങളുടെ ഖലീഫയായിരുന്ന കാലത്ത് അലി റളിയല്ലാഹു അൻഹുവിനെ മോശമായി ചിത്രീകരിച്ചിരുന്ന നാസിബീങ്ങളിൽപ്പെട്ട ആളായിരുന്നു ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് ആ രാജാവിന്റെ മുമ്പിലേക്ക് ഇമാം സുഹരി തങ്ങൾ കടന്നു വന്ന് ധർമ്മത്തിന്റെ സത്യത്തിന്റെ മഹാവിളംബരം ചെയ്തിട്ടുണ്ട് ഭരണാധികാരികളുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുകയോ അവര് പറയുന്നത് തലയാട്ടി കൊടുക്കുകയോ ചെയ്യാതെ സത്യത്തിന് വേണ്ടി ഉറച്ചു നിൽക്കേണ്ടവരാണ് പണ്ഡിതന്മാരെന്ന ഏറ്റവും വലിയൊരു വിളംബരം നടത്തിയ പണ്ഡിതനാണ് മഹാനായ അല്ലാമ സുഹരി തങ്ങൾ ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് ചോദിച്ചു അദ്ദേഹം നാസിബിയാണ് നാസിബികൾ എന്നവര് അലീതങ്ങളോട് ദേഷ്യമുള്ളവരാണ് റാഫിദുകള് അലീതങ്ങളോട് അടങ്ങാത്ത ഭ്രാന്ത് പിടിച്ച സ്നേഹം കൊണ്ട് നടക്കുന്നവരാണ് ശറഅ് അംഗീകരിക്കാത്ത വിധത്തിൽ പോലും അങ്ങനെയെല്ലാം ഉള്ള രണ്ട് വിഭാഗങ്ങളെന്നുണ്ട് നാസിബിയാണ് ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് അയാൾ ചോദിച്ചു ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് മഹാനായ സുഹരി ഇമാമിന്റെ മുമ്പിലേക്ക് വന്നിരിക്കാൻ ഇമാം സുഹരി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിക്കുന്നു യാ സുഹരി ഇമാമേ വല്ലദീ തവല്ലാ കിബ്റഹു മിൻഹും ലഹു അദാബുൻ അലീം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ പറയാൻ പാടില്ലാത്ത അപവാദം പറഞ്ഞു വരുത്തിയ ആള് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന മുനാഫിക്കുകളുടെ നേതാവാണ്. ഇത് മഅലൂമുൻ ബിദ്ദറൂറ, ഏത് മുതഅല്ലിമിനും അറിയുന്ന വിഷയമാണിത്. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന് പറയുന്ന മുനാഫിക്കുകളുടെ നേതാവാണ്. അല്ലാഹു അഹങ്കാരി എന്നിവിടെ പറയുന്ന ഈ മനുഷ്യൻ വല്ലദീ തവല്ലാ കിബ്റഹ്, അഹങ്കാരം നെഞ്ചിലേറ്റ് വന്നവൻ എന്ന് ഖുർആൻ പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ ദുഷ്ടനായ മുനാഫിഖായി മരിച്ച ആളാണ്. പക്ഷേ അലി തങ്ങളോട് ദേഷ്യം വെക്കുന്ന നാസിബിയായ ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്കിന് വേണ്ടത് ആ അഹങ്കാരി എന്ന് പറഞ്ഞത് അലി തങ്ങളാണ് എന്നാണ് ഇയാൾ പറയുന്നത്. മഹാനായ മുസ്ലിം ഇബ്നു യസാർ റഹ്മത്തുള്ളാഹി അലൈഹി
ഹിഷാമിന്റെ മുമ്പിൽ വന്നു. മുസ്ലിം ഇബ്നു യസാർ തങ്ങളോട് ചോദിച്ചു, അല്ല ആരാ വല്ലദീ തവല്ലാ കിബ്റഹു മിൻഹും? പറഞ്ഞു അത് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ. അല്ല, അത് അലിയാരാണല്ലോ. അലിയാരാണെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. രാജാവ് പറഞ്ഞപ്പോഴേക്കും അമീറുൽ മുഅ്മിനീന ദുറാ, അമീറുൽ മുഅ്മിനീനാണ് ഞങ്ങളെക്കാൾ വിവരണ്ടാവുന്നത് എന്ന് പറഞ്ഞവിടെ തടി ഒഴിയാൻ വേണ്ടി സമ്മതിച്ചു കൊടുത്തു പോന്നു. സുബ്ഹാനല്ലാഹ്. അടുത്തു വരുന്നു മഹാനായ ഇമാം സുഹരി തങ്ങളുടെ മുമ്പിൽ വന്ന ഈ വിഷയം മഹാനായ ഇമാം സുഹരി തങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. ആരാണ് ഈ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോ സുഹരി ഇമാം പറഞ്ഞു, സമിഅനാ ബി. അത് ആരാണെന്നറിയോ? അത് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലാണ്. ഷാം പറഞ്ഞു, അല്ല അല്ല അല്ല, അത് അലി ഇബ്നു അബീ ത്വാലിബ് എന്നവരാണ്. അള്ളാന്റെ ശത്രുവേ, നീ നുണ പറയുകയാണോ? അങ്ങനെ ഒരു വാക്ക് അന്നത്തെ ഒരു രാജാവിനോട് പറയണമെങ്കിൽ 1000 മനസ്സിന്റെ ഉറപ്പ് വേണം. ഇമാം സുഹരി തങ്ങൾ മുഖത്ത് നോക്കി പറഞ്ഞു, ആ വാക്കിന് പകരം തല പോകലാണ് അവിടെ ഉണ്ടാവുക. തല തെറിക്കും. അതാണ് അന്നത്തെ രാജാക്കന്മാർ. അവർക്ക് മറുത്തു പറഞ്ഞാൽ. സുഹരി ഇമാം അവിടെ നിന്ന് ഉറക്കെ പറഞ്ഞു, ഖദബത അൻത വ അബൂക വ ജദ്ദുക. ഹിഷാമേ, നീയും നിന്റെ വാപ്പയും നിന്റെ വെല്ലിപ്പയും നുണ പറയാണ്. ഇവിടത്തെ സത്യം അത് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലാണ്. ആ അഹങ്കാരി അത് അലി റളിയല്ലാഹു അൻഹു വന്ന ഹബീബിന്റെ പുതിയാപ്പിളയോ? എന്ത് അബദ്ധമാണോ ഈ പറയുന്നത്? മഹാനായ അലി തങ്ങളുടെ പക്ഷം ചേർന്ന് സ്വഹാബിയുടെ അതാണ് അവിടെ ചെയ്യേണ്ടത്. അഹ്ലുൽ ബൈത്തിന്റെ കൂടെയാണ് നമ്മൾ. അലി തങ്ങളെ അന്യായമായും ഒരു ന്യായവുമില്ലാതെ പച്ച നുണ പറഞ്ഞ് മഹാനവരുടെ പേരിൽ ആരോപണം കെട്ടിവെക്കാൻ സമ്മതം കൊടുക്കാതെ മഹാനായ ഇമാം സുഹരി തങ്ങൾ ഹിശാം ഇബ്നു അബ്ദുൽ മലിക്കിന്റെ മുമ്പിൽ പൊട്ടിത്തെറിക്കുകയാണ്. حدثني عبيد الله بن عبد الله بن عتبة حدثني عبد الله بن أبي وحدثني عبد الله بن هشام بن عروة عن علقمة بن وقاص. ഇതൊക്കെ പറഞ്ഞ് ഇമാം സുഹരി തങ്ങൾ ആ സനദ് സഹിതം അങ്ങ് ഹദീസ് പറഞ്ഞു കൊടുത്തപ്പോ രാജാവ് പേടിച്ചിട്ട്, യാ സുഹരി ഹയ്യജ്നാഖ്, യാ സുഹരി ഹയ്യജ്നാഖ്, സുഹരി നിങ്ങളെ ഞാൻ വിഷമിപ്പിച്ചോ എന്ന് ഇമാം സുഹരിയോട് മാപ്പ് പറയുന്നൊരവസ്ഥയിലേക്ക് ഹിഷാമിനെ മുട്ടുമടക്കിയ പ്രഗത്ഭനായ ആലിമാണ്. ഹബീബിന്റെ ഈ ദർസിൽ നിന്ന് പഠിച്ചു വന്ന മഹാനായ അല്ലാമ അസ്സുഹരി റഹ്മത്തുള്ളാഹി അലൈഹി. ഈ വിളംബരങ്ങൾ, രാജകൊട്ടാരങ്ങൾ, അക്രമങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന രാജകൊട്ടാരങ്ങളിൽ ആലിമീങ്ങളുടെ ചോരക്ക് പോലും വില കൊടുക്കാതെ ആയിരക്കണക്കിന് ആളുകളെ വെട്ടുനുറുക്കിയ കശാപ്പുകാരുടെ മുമ്പിലാണ് ഈ പറയുന്നത് എന്നോർക്കണം. അവിടെയാണ് ഈ ത്യാഗത്തിന്റെ വില മനസ്സിലാകുന്നത്. ഹബീബായ നബി തങ്ങളുടെ സ്വഹാബിമാരെ കുറിച്ച് നബി തങ്ങൾ പറയും, അസ്ഹാബി, എന്റെ സ്വഹാബിമാർ ആകാശ ലോകത്തെ നക്ഷത്രങ്ങളെ പോലെയാണ്. നക്ഷത്രങ്ങളാണെങ്കിലോ അമനത്തുസ്സമാ, ആകാശത്തിന്റെ നിർഭയത്വത്തിന്റെ കാരണങ്ങൾ നക്ഷത്രങ്ങളാണ്. എന്റെ സ്വഹാബിമാർ നഷ്ടപ്പെട്ടു പോയാൽ എന്റെ ഉമ്മത്ത് പേടിക്കുന്നത് എന്റെ ഉമ്മത്തിന് വന്നു ചേരും എന്റെ സ്വഹാബിമാരുടെ കാലം കഴിഞ്ഞാൽ എന്ന് നബി തങ്ങൾ പറയുമായിരുന്നു. ആ സ്വഹാബികളിൽ ഒരാളെ പോലും താറടിച്ച് കാണിക്കുന്നത് സമ്മതിച്ചു കൊടുക്കാൻ ഒരു മുഅ്മിനായ മനുഷ്യന് കഴിയില്ല, പാടുള്ളതുമല്ല. ഒരു താബിഈനെ പോലും ഒരു സ്വാലിഹായ ആബിദായ ഒരു ആലിമിനെ പോലും ചെയ്യാൻ പാടില്ലാത്തത്. ആലിമീങ്ങൾ വിളംബരം ചെയ്ത വിളംബരങ്ങൾ ഒരുപാടുണ്ട്. അദദു ദൗല എന്ന് പറയുന്ന ഇറാഖ് കണ്ട ക്രൂരനായ ഭരണാധികാരിയുടെ മുമ്പിൽ പ്രഗത്ഭനായ ഷാഫിഈ മദ്ഹബിലെ ഒരു ഇമാമിനെ സിംഹത്തിന്റെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ബഗ്ദാദിലെ മൃഗശാലയിൽ മഹാനായ ആ ഷാഫിഈ പണ്ഡിതൻ സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ അദദു ദൗല എന്ന് പറയുന്ന അന്നത്തെ ഭരണാധികാരി ആ മഹാനായ ആലിമിനെ സിംഹത്തിന്റെ മുമ്പിലേക്ക് കൊടുക്കുക എപ്പോഴാണെന്നറിയോ? 3 ദിവസം ആ സിംഹത്തിന് ഭക്ഷണം കൊടുക്കാതെ പട്ടിണി കിട്ടിട്ട് ആ സിംഹക്കൂട്ടിലേക്ക് മഹാനായ ആ ഇമാമിനെ, ആ ആലിമിനെ കൊടുത്തുവിടുകയായിരുന്നു. സിംഹം മണം പിടിച്ചു വന്നു. അത് വന്നിട്ട് മണം പിടിച്ചു. പക്ഷേ ആ സിംഹം മഹാനെ തൊട്ടില്ല, കടിച്ചില്ല, ഒന്നും ചെയ്തില്ല. 3 ദിവസം വിശന്ന സിംഹം മഹാനായ ആ മനുഷ്യനെ നോക്കിയിട്ട് ശരീരത്തിന്റെ അരികത്ത് വന്ന് എന്തോ മണം പിടിച്ചങ്ങോട്ട് തിരിച്ചു പോകുന്നു.
അദുദ്ദൗല ഞെട്ടിയത് എവിടെയാണ്? മഹാനായ ആ പണ്ഡിതനെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, സിംഹത്തിന് തൊടാൻ ധൈര്യമില്ലാത്ത ഒരാളെ ഞാൻ തൊടില്ല. പക്ഷേ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ആ സിംഹം നിങ്ങളുടെ ദേഹത്ത് വന്ന് മണം പിടിക്കുമ്പോ എന്താ നിങ്ങൾ ചിന്തിച്ചത്? എന്താ നിങ്ങൾ ആലോചിച്ചത്? എന്താ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഖിയാസിന്റെ ഒരു മസ്അലയിലായിരുന്നു. ഹൽ ലുആബുൽ അസദി യുഖാസു ബിലുആബിൽ കൽബ് ഔ ബിലുആബിൽ മഅകൂലാത്ത്. ഈ സിംഹത്തിന്റെ വായിൽ നിന്ന് വരുന്ന സലൈവ അത് ശുദ്ധിയുള്ളതാണോ അല്ലയോ? ഈ സിംഹമങ്ങാനും എന്നെ നക്കിത്തുടച്ചാൽ ഒതുകൊടുക്കുന്ന സമയത്ത് എനിക്കത് നജസായിട്ട്, നജസുള്ള സാധനമാണെങ്കിൽ കഴുകി വൃത്തിയാക്കണം. അത് കഴുകേണ്ടതുണ്ടോ? നജസാണോ? ഈ സിംഹത്തിന്റെ വായിൽ നിന്ന് വരുന്ന സലൈവ, അതിന്റെ ഉമിനീര് നജസാണോ? അത് നായയുടെ ഉമിനീര് പോലെയാണോ? അതല്ല ഭക്ഷ്യയോഗ്യമായ മൃഗങ്ങളുടെ ഉമിനീര് പോലെയാണോ എന്ന മസ്അലയെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു ഞാൻ. നമ്മളൊക്കെയാണ് കണ്ടിട്ട് ജീവൻ പോയിട്ടുണ്ടാവും. അന്നത്തെ ആലിമീങ്ങളാണിത്. സുബ്ഹാനല്ലാഹ്. വിട്ടുകൊടുക്കില്ല. ന്യായത്തിന്റെ കൂടെ ന്യായം. ഗദായി മേ ഭി വോ അല്ലാഹ് വാലേ ഥേ ഗയൂർ ഇത്നെ കെ മുൻഇം കോ ഗദാ കേ ഡർ സെ ബഖ്ശിഷ് കാ ന താ യാറാ. സമ്പത്ത് വലിച്ചു നീട്ടിയപ്പോൾ പോലും എനിക്കത് വേണ്ടെന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞ് നടന്നവരാണവർ. അവര് ദാരിദ്ര്യമുള്ളവരാ. പക്ഷേ സമ്പത്ത് നീട്ടിക്കൊടുത്തപ്പോ ഇതെനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് അവരുടെ മുമ്പിൽ വലിച്ചെറിഞ്ഞു പോയവർ. മഹാനായ അബൂ മുആദുർ റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഈ പറഞ്ഞ അദുദ്ദൗലയെ സാരോപദേശം നൽകാൻ നിയോഗിക്കപ്പെട്ട ആളായിരുന്നു. മഹാനായ അബൂ മുആദുർ റാസി റളിയല്ലാഹു അൻഹു ബഗ്ദാദുകാരനാണ്. അദുദ്ദൗലയാണെങ്കിലോ തന്റെ മുമ്പ് കഴിഞ്ഞു പോയ 3 രാജകുടുംബത്തിലെ പ്രമാണിമാരെ കശാപ്പ് ചെയ്ത ആളാണ്. പെരുന്നാളിന്റെ അന്ന് മൃഗങ്ങളെ അറവ് ചെയ്യുന്ന പോലെ 3 രാജാക്കന്മാരെ ഉദ്ഹിയത്തായി അറുത്ത ദുഷ്ടനാണ് അദുദ്ദൗല. ആ മനുഷ്യനോട് സാരോപദേശം കൊടുക്കാൻ മഹാനായ അബൂ മുആദുർ റാസി എന്ന് പറയുന്ന അന്നത്തെ മഹാനായ പണ്ഡിതൻ നിയോഗിക്കപ്പെടുമ്പോ മഹാനായ അബൂ മുആദുർ റാസി തങ്ങൾ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുകയും അല്ലാഹുമ്മ സഖ്ഖിർ ലീ അല്ലാഹുമ്മ സഖ്ഖിർഹു ലീ, പടച്ചവനെ അദുദ്ദൗലയെ എനിക്ക് കീഴ്പ്പെടുത്തി തരണമേ, എന്റെ വാക്കുകൾക്ക് ഫലമുണ്ടാകണമേ, അയാളെ തിന്മയിൽ പിന്തിരിപ്പിക്കാൻ എന്റെ വാക്കുകളെ കൊണ്ടാവേണമേ, എന്നെ സഹായിക്കണേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്ത് രാവിലെ മഹാനായ അബൂ മുആദുർ റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഈ അദുദ്ദൗലയുടെ കൊട്ടാരത്തിലേക്ക് വന്നിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അദുദ്ദൗല 3 ഭരണാധികാരികളെ മൃഗങ്ങൾ അറുക്കുന്ന പോലെ കൊല ചെയ്തവനാണ് നീ. നീ അറിയുമോ, നീ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് വരും. നിന്റെ കാലിൽ ചെരുപ്പില്ല, നിന്റെ ദേഹത്ത് വസ്ത്രമില്ല, നിന്റെ മുമ്പിൽ പരിചാരകന്മാരില്ല, നിനക്ക് കൈപിടിക്കാൻ ആളില്ല, പാദസേവകരില്ലാതെ ഖാദിമീങ്ങളില്ലാതെ അല്ലാഹുവിന്റെ മഹ്ശറിലേക്ക് വരും അദുദ്ദൗല. നീ ഓർക്കണം. അങ്ങ് പേടിപ്പിച്ചു. ആ സമയത്ത് ഇയാളുടെ കണ്ണ് നനഞ്ഞു. ഇയാളൊന്ന് കൊണ്ടുവിടൂ, എന്റെ മുമ്പിൽ നിന്ന് എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല, ഇയാളെ കൊണ്ടുവിടൂ, ഒന്നെടുത്ത് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞ് മഹാനായ അബൂ മുആദുർ റാസിയെ ആ കൊട്ടാരത്തിൽ നിന്ന് പുറത്തു പറഞ്ഞയച്ചു. എന്നിട്ട് ഇയാൾ ആലോചിച്ചു, ഒരുപക്ഷെ പണ്ഡിതന്മാർ കാശിന്റെ മുമ്പിൽ മുഖം കുത്തി വീഴുന്ന പണ്ഡിതന്മാരുണ്ടാകും. അതിൽപ്പെട്ട ആളാണോ അബൂ മുആദുർ റാസി എന്നറിയാൻ ഒരു കീശി നിറയെ സ്വർണ്ണ നാണയം വെച്ചിട്ട് തിരിച്ചു വിളിച്ചു കൊട്ടാരത്തിലേക്ക്. എന്നിട്ട് പറഞ്ഞു, അബൂ മുആദ്, നിങ്ങളുടെ വർത്തമാനം ഉപദേശം കേട്ട് എന്റെ മനസ്സിന് വല്ലാത്ത ഇളക്കമുണ്ടായി. ഇതാ നിങ്ങൾക്കതിന് പകരം ഒരു കിഴി നിറയെ സ്വർണ്ണ നാണയം. മഹാനായ അബൂ മുആദുർ റാസി തങ്ങൾ പറഞ്ഞു, അദുദ്ദൗല, നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങൾക്ക് ഞാൻ നസീഹത്ത് ചെയ്തതിന് നിങ്ങൾ എനിക്ക് സമ്മാനമോ? ഇൻ അജ്രിയ ഇല്ലാ അലല്ലാഹ്, എന്റെ പ്രതിഫലം അല്ലാഹുവിൽ നിന്ന് മാത്രമാണ്. അദുദ്ദൗല, എന്റെ ദേഹത്തുള്ള എന്റെ വസ്ത്രത്തിന് 30 വർഷം പഴക്കമുണ്ട്. എന്റെ വസ്ത്രത്തിന് 30 വർഷം പഴക്കമുണ്ട്.
ദിജിലയിലെ വെള്ളവും ഉണങ്ങിയ റൊട്ടിയും അവിടെ കാണുന്ന പുല്ലും തിന്നിട്ടാണ് ഞാൻ ജീവിക്കുന്നത്, എനിക്ക് നിന്റെ പൈസ വേണ്ടെന്ന് പറഞ്ഞ് ആ സ്വർണത്തിന്റെ കിഴി അദുദ്ദൗലയുടെ മുമ്പിൽ വലിച്ചെറിഞ്ഞ് ഇറങ്ങി വന്ന പ്രഗത്ഭനായ ആലിമാണ് മഹാനായ അബൂ മുആദുർ റാസി റളിയല്ലാഹു അൻഹു. ഒരുപാട് റാസിമാരുണ്ട്. ഫഖ്റുദ്ദീൻ റാസി തങ്ങളാണ് തഫ്സീറുൽ കബീറിന്റെ മുഅല്ലിഫ്. ഇത് മഹാനായ അബൂ മുആദുർ റാസി റഹ്മത്തുള്ളാഹി അലൈഹി. ഇതെല്ലാം ജീവിതം കൊണ്ട് നടത്തിയ വിളംബരങ്ങളാണ്. പരിശുദ്ധിയുടെ, ആത്മാർത്ഥതയുടെ, ദുനിയാവിൽ നിന്ന്, ആഡംബരങ്ങളിൽ നിന്ന്, അള്ളാഹുവിന്റെ ദീനിനെ വിറ്റ് കാശാക്കുന്ന ഏർപ്പാടുകളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് 1000 തവണ പറയുന്നതിനേക്കാളും പ്രൗഢമായ ജീവിത അനുഭവങ്ങളെ കൊണ്ട് വിപ്ലവം സൃഷ്ടിച്ച പണ്ഡിതന്മാർ, ഇമാം സുഹരിയെ പോലെയുള്ള മഹാനായ അബൂ മുആദുർ റാസി തങ്ങളെ പോലെയുള്ള മഹാനായ അബൂ ഇസ്ഹാഖുർ റാഹവൈഹിയെ പോലെയുള്ള പ്രഗത്ഭരായ ആലിമീങ്ങൾ. അല്ലാഹുവേ അല്ലാഹുവേ اللهم اجعلنا هادين مهتدين غير ضالين ولا مضلين سلما لأوليائك حربا لأعدائك يا رب العالمين. അബ്ബാസി അമവി ഭരണാധികാരികളിൽ ഖലീഫത്തുർ റാഷിദ്, സത്യസന്ധനായ ഭരണാധികാരി എന്നറിയപ്പെടുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു 2.5 വർഷമാണ് ഭരണം നടത്തിയത്. മഹാനവറുകൾ മിമ്പറിൽ കയറിയിട്ട് അജ്ഹശ ബിൽ ബുകാ, പൊട്ടിക്കരയാൻ തുടങ്ങി. ഭരണം ഏറ്റെടുത്ത യൗമ തവല്ലൽ ഖിലാഫ, ഖിലാഫത്ത് ഏറ്റെടുത്ത അന്ന് ഷാമിലെ മിമ്പറിൽ കയറി പൊട്ടിക്കരയുകയാണ്. ഫബക്കന്നാസ്, എല്ലാവരും കരഞ്ഞു. പ്രഗത്ഭനായ ശിഷ്യൻ റജാ ഇബ്നു ഹൈവ തങ്ങൾ പറഞ്ഞു, ഞാനന്ന് ചുമരുകളിലേക്ക് നോക്കി. ചുമരിലേക്ക് നോക്കിയപ്പോൾ കഅന്നൽ ജുദ്റാന തബ്കി മഅനാ, ആ പള്ളിയുടെ ചുമരുകൾ പോലും ഞങ്ങളോടൊപ്പം കരയുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് തോന്നി. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ മുസ്ലിം ഉമ്മത്തിന് ആശയുടെ, പ്രതീക്ഷയുടെ, സുമോഹനമായ ഒരു ഭാവിയിലേക്ക് കണ്ണു തുറന്നിരിക്കാനുള്ള ആവേശം നൽകുന്ന വാക്കുകൾ വിളംബരം ചെയ്യാൻ പോവുകയാണ്. ജനങ്ങളെ, ഞാൻ മദീനയിൽ നിങ്ങളെപ്പോലെ, ചെറുപ്പക്കാരെ പോലെ ജീവിത ലക്ഷ്യമെന്നറിയാതെ ജീവിച്ചൊരു കാലമുണ്ട്. താഖത്ത് നഫ്സി അൻ തതസവ്വജ ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്. അന്ന് ഒരു ചെറുക്കനായി അങ്ങാടിയിലൂടെ നടക്കുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, എന്റെ ജീവിതത്തിലെ ഒരു ആഗ്രഹം അബ്ദുൽ മലിക് ബിൻ മർവാൻ എന്ന് പറയുന്ന രാജാവിന്റെ മകളെ കല്യാണം കഴിക്കണമെന്നായിരുന്നു. ഇന്ന് ഞാൻ രാജാവ് അബ്ദുൽ മലിക്കിന്റെ മകൾ ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്കിന്റെ ഭർത്താവാണ്. എനിക്കത് സാധിച്ചു. ثم طاقت نفسي الى الولايه, പിന്നെ എന്റെ ശരീരത്തിന് ആഗ്രഹമുണ്ടായി മദീനയുടെ ഗവർണറാകണമെന്ന്. ഞാൻ മദീനയുടെ ഗവർണറായി, എനിക്ക് മദീനയുടെ ഗവർണർ സ്ഥാനം ലഭിച്ചു. ثم طاقت نفسي الى الخلافه, പിന്നെ എനിക്ക് തോന്നി ഖലീഫയാകണം, മുസ്ലിമീങ്ങളുടെ ഖലീഫയാകണം, 22-ലേറെ രാജ്യങ്ങളുടെ ഭരണാധികാരിയാവണം. അങ്ങനെ അല്ലാഹു ഇദാ ഖിലാഫത്തിന്റെ പട്ടം എന്റെ തോളിൽ ചാർത്തിയിരിക്കുകയാണ്. ഇനി ഞാൻ സ്വർഗം കൊതിക്കുകയാണ്. അല്ലാഹുവിനോട് ഞാൻ സ്വർഗം ചോദിക്കുകയാണ്. ഞാൻ ആഗ്രഹിച്ചത് മുഴുവൻ കിട്ടി, ഇനി ഞാൻ ആഗ്രഹിക്കുന്നത് സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ വന്ന മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ, ആ ജനാസ ഖബറിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ ഖബറിലേക്ക് ഒരു കടലാസിന്റെ കഷ്ണം പാറി വന്നു. ഒരു തോൽ കഷ്ണം, ആരും കൊണ്ടുപോയിട്ടതല്ല. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഖബറിലേക്ക് ഒരു കടലാസിന്റെ കഷ്ണം മറവ് ചെയ്യാൻ പോയ ആളുകൾ ആ കടലാസ് പൊക്കിയെടുത്ത് വായിച്ചു നോക്കുമ്പോ ഹാദാ ഫിദാഉൻ ലക മിനന്നാർ, നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് അല്ലാഹു അറിയിക്കുന്ന അറിയിപ്പാണിത്. അങ്ങനത്തെ ഒരു കടലാസിന്റെ കൂടെ മറവ് ചെയ്യപ്പെട്ട മഹാനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു.
ഉന്നതങ്ങൾ ആഗ്രഹിക്കണമെന്ന് പഠിപ്പിച്ച മഹാൻ മുത്തുനബി തങ്ങൾ പറയുന്നു, സലുല്ലാഹൽ ഫിർദൗസ്, അല്ലാഹുവിനോട് നിങ്ങൾ ഇദാ സഅൽതുമുല്ലാഹൽ ജന്ന, നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗ്ഗം ചോദിക്കുകയാണെങ്കിൽ സലൂഹു ഫസ്അലൂഹുൽ ഫിർദൗസ്, നിങ്ങൾ അല്ലാഹുവിനോട് ജന്നത്തുൽ ഫിർദൗസ് നൽകാൻ പറയണം. അല്ലാഹുവേ, ഞങ്ങൾക്ക് മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ദീനിന്റെ സഹായികൾ, ഇതുപോലെ വാദിന്റെ സദസ്സുകളിൽ വന്നിരിക്കുന്നവര്, പരിപാടി ലൈവ് ഇപ്പൊ കേൾക്കുന്നവര്, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവര്, ഞങ്ങളുടെ കൂട്ടത്തിൽ മരിച്ചുപോയവര്, ഞങ്ങൾക്ക് ഓർമ്മയുള്ളവരെ, ഞങ്ങൾ മറന്നുപോയവര്, അല്ലാഹുവേ, اللهم إنا نسألك الفردوس لنا وللمسلمين جميعا, ഞങ്ങൾക്ക് ജന്നത്തുൽ ഫിർദൗസ് നൽകണേ തമ്പുരാനേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഫഇന്നഹു വസതുൽ ജന്ന, അത് സ്വർഗ്ഗത്തിന്റെ മധ്യമാണ്. വഅലൽ ജന്ന വഅലൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ ഉന്നതമാണ്. വസഖഫുഹു അർശുർ റഹ്മാൻ, അതിന്റെ മീതയാണ് കാരുണ്യവാന്റെ അർശുള്ളത്. വമിൻഹു തഫജ്ജറു അൻഹാറുൽ ജിനാൻ, സ്വർഗ്ഗത്തിന്റെ എല്ലാ നദികളും ഒഴുകുന്നത് ഫിർദൗസ് എന്ന സ്വർഗ്ഗത്തിൽ നിന്നാണ്. അതുകൊണ്ട് ജനങ്ങളെ, അല്ലാഹുവിനോട് വെറുതെ സ്വർഗ്ഗം മതി, ഏതെങ്കിലും ഒരു സ്വർഗ്ഗം മതി എന്നല്ല ചോദിക്കേണ്ടത്. സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗമായ ഫിർദൗസ് വേണം എന്ന് നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്കത് നൽകട്ടെ. ഈമാനിന്റെ തെളിമയിൽ മനക്കരുത്തോടുകൂടെ ഉറച്ച കാൽവപ്പോടുകൂടെ മുന്നോട്ടുള്ള യാത്രയാവണം. വിജ്ഞാനത്തിന്റെ ഇൽമിന്റെ സേവനത്തിൽ നമ്മൾ അഹ്ലുസുന്നയുടെ ആളുകളാണ്. വിജ്ഞാനത്തിന്റെ, ദീനീ വിജ്ഞാനത്തിന്റെ വിപ്ലവം ഇന്ന് നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിയ ബഹത്തായ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അതിന്റെ ആശയാദർശങ്ങൾ അംഗീകരിക്കുകയും അതിന്റെ ഉലമാഇന്റെ കീഴിൽ അണിനിരക്കുകയും ചെയ്ത ഈ ഉമ്മത്തിന്റെ മെമ്പർമാരാണ് നമ്മൾ. വിജ്ഞാനത്തിന് സമയം കണ്ടെത്തേണ്ടവർ, അതിന്റെ ഭാഗമാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അല്ലാഹു ഇത് ഇൽമ് അന്വേഷിച്ചുള്ളൊരു യാത്രയാക്കി തരട്ടെ. അല്ലാഹു ഉപകാരപ്പെടുന്ന ഇൽമാക്കി ഇതിനെ മാറ്റിത്തരട്ടെ. നമ്മൾ കൊർഡോബയിലേക്ക് പോവുകയാണ്. കൊർഡോവ സ്പെയിനിലേക്ക് പോവുകയാണ്. സ്പെയിനിലെ കൊർഡോവയിൽ അന്ന് പ്രഗത്ഭനായ ഒരു പണ്ഡിതനുണ്ട്, മഹാനായ അബൂ അലിയുൽ ഖാലി. അബൂ അലിയുൽ ഖാലി റഹ്മത്തുള്ളാഹി അലൈഹി. ആ മഹാന്റെ മുമ്പിലേക്ക് ഇൽമ പഠിക്കാൻ ചെല്ലുകയാണ് ഹാറൂൻ ഇബ്നു മൂസാ തങ്ങൾ. ഹാറൂൻ ഇബ്നു മൂസാ എന്നൊരു മുഅല്ലിഫാൻ, പ്രഗത്ഭമായ ഗ്രന്ഥരചന നടത്തിയ മഹാനാണ് ഹാറൂൻ ഇബ്നു മൂസാ റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനായ അബൂ അലിയുൽ ഖാലി റഹ്മത്തുള്ളാഹി അലൈഹിയെ കാണാൻ ചെന്നു കൊർഡോബയിലേക്ക്. മുസ്ലിമീങ്ങളുടെ അഭിമാനത്തിന്റെ നിതംബങ്ങളായിരുന്ന രാജ്യമായിരുന്നു സ്പെയിനും അതുപോലെ തന്നെ ഫ്രാൻസിന്റെ ഭാഗങ്ങൾ, സ്പെയിനിലെ കൊർഡോബ അടക്കമുള്ള വിവിധ പ്രദേശങ്ങൾ, ഇസ്ലാമിക സാമ്രാജ്യങ്ങളിൽ 600 കൊല്ലം സുമോഹനമായ വാഗ്ദാനങ്ങളും സുമോഹനമായ സംഭാവനകളും ലോകത്തിന് നൽകിയ രാജ്യം കൊർഡോബ. ആദ്യത്തെ മുസ്ലിം യൂണിവേഴ്സിറ്റി ഉണ്ട് അവിടെ. കൊർഡോബയിലേക്ക് മഹാനായ അബൂ അലിയുൽ ഖാലി തങ്ങളുടെ അരികത്തേക്ക് ഞാൻ ഇൽമ പഠിക്കാൻ വേണ്ടി പോകുമ്പോ അന്ന് സ്പെയിനിൽ മഴ പെയ്യുന്നുണ്ട്, നല്ല ഐസ് പെയ്യുന്നുണ്ട്. ഞാൻ ആ ഐസിൽ നനഞ്ഞു കുതിർന്ന് വിറച്ച് പനി പിടിച്ച പോലെ ആ സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോ നനഞ്ഞിട്ടുണ്ട്. മഹാനായ ഹാറൂൻ ഇബ്നു മൂസാ തങ്ങളാ പറയുന്നത്. അപ്പോ അവിടുത്തെ ഷേഖ് അബൂ അലിയുൽ ഖാലി റഹ്മത്തുള്ളാഹി അലൈഹി ചോദിച്ചു, അല്ല എന്തു പറ്റി? അസ്വാബത്നി സഹാബത്തും വബർദ്, ഐസ്, മഞ്ഞ്, മഴ, ഇതൊക്കെ കൊണ്ടിട്ട് എനിക്ക് ജീവൻ കിട്ടിയത് ഭാഗ്യം. ഞാൻ തണുത്തു വിറക്കുകയാണ്. കാരണം ഇപ്പോഴും -ഡിഗ്രി തണുപ്പുള്ള രാജ്യങ്ങളാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. അവിടെ സ്പെയിനിലാണ് ഈ സംഭവം. തണുത്ത് വിറച്ചു പോയിരിക്കുകയാണ്. മഹാനായ അബൂ അലിയുൽ ഖാലി തങ്ങൾ പറഞ്ഞു, ഹാറൂൻ ഇബ്നു മൂസാ, നനഞ്ഞുപോയതിൽ വിറച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ശരീരം കാണുമ്പോ എന്റെ ചെറുപ്പത്തിലുണ്ടായ ഒരു അനുഭവം എനിക്ക് ഓർമ്മ വരുന്നു. ഞാനന്ന് ബഗ്ദാദിലാണ്. അന്ന് സുബ്ഹിക്ക് എന്റെ ഉമ്മ എന്നെ വിളിച്ചുണർത്തി, മോനെ, ബഗ്ദാദിന്റെ പള്ളിയിൽ ഇൽമ പറഞ്ഞു കൊടുക്കുന്ന മുദർരിസിന്റെ അരികത്തേക്ക് നീ ചെന്ന് ഇൽമ പഠിക്ക്. ഞാൻ ഓടുകയാണ് പള്ളിയിലേക്ക്. അപ്പോഴേക്കും പള്ളി നിറഞ്ഞിട്ടുണ്ട്. സുബ്ഹിക്ക് കൊണ്ട് പള്ളി നിറയാൻ നമ്മുടെ നാട്ടിലൊക്കെ നിറയാറുണ്ട് സുബ്ഹിക്ക്.
പള്ളി നിറഞ്ഞിട്ടുണ്ട്. മുതഅല്ലിമീങ്ങൾ കയറിയിട്ട് പള്ളി പൂട്ടിയിരിക്കുകയാണ്. ഇനി പള്ളിക്കകത്തേക്ക് വരാൻ വഴിയില്ല. പള്ളിയുടെ മേൽ കവാടം പൂട്ടിയിരിക്കുകയാണ്. ഇത് പറയുന്നത് മഹാനായ അബൂ അലിയുൽ ഖാലി റഹ്മത്തുള്ളാഹി അലൈഹി. അന്ന് പള്ളിക്കകത്തേക്ക് കയറാൻ ഒരു വഴിയില്ലാതെ വന്നപ്പോ ഞാൻ ഒരു ഓടയിലൂടെ ഉള്ളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഒരു ഓടയിലൂടെ ഇരുട്ടിൽ ദുഷിച്ച വെള്ളം വരുന്ന, വെളിച്ചമില്ലാത്ത ഒരാൾക്ക് കഷ്ടിച്ചു മാത്രം കടന്നു പോകാൻ കഴിയുന്ന ആ ഓടയിലൂടെ ഞാൻ ചെന്നിട്ട് എന്റെ ശരീരത്തിലൂടെ ആകമാനം മൂർച്ചയുള്ള വസ്തുക്കളെല്ലാം വാർന്നിട്ട് എന്റെ എല്ല് പോലും കാണപ്പെടുമാർ ചോരയിൽ കുളിച്ചിട്ട് ഞാൻ ആ സദസ്സിലേക്ക് കയറി ചൊല്ലുന്നു. ശരീരമാസകലം വെള്ളം കൊണ്ടും ചോര കൊണ്ടും നനഞ്ഞിരിക്കുകയാണ്. ഞാൻ ആ ഓടയിൽ നിന്ന് കയറി വൃത്തിയായിട്ട് മഹാനവരുടെ ദർസിലേക്ക് കയറി ചെല്ലുമ്പോ ചോര നിൽക്കുന്നില്ല. ശരീരത്തിൽ ചോരയിൽ എന്റെ രക്തത്തിൽ വസ്ത്രം ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. എന്റെ ഉസ്താദ് ചോദിച്ചു എന്തു പറ്റി എന്ന്. മഹാനായ അബൂ അലിയുൽ ഖാലി വിജ്ഞാനം നേടാനുള്ള ഉത്സാഹം കൊണ്ട് അതിന്റെ ഭാഗമാണ് നമ്മുടെ പരിപാടിക്ക് എത്രയോ ദൂരങ്ങളിൽ ഒരുപക്ഷെ വരുന്ന വഴികൾ പോലും റോഡ് കേടുവന്ന, അല്ലെങ്കിൽ ആ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ ആ കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾക്ക് ശേഷം ഒരു മെയിന്റനൻസ് പോലും നടക്കാത്ത വഴികളിലൂടെ എത്രയോ ദൂരങ്ങളിൽ നിന്നായിരിക്കാം നിങ്ങൾ വന്നത്. നിങ്ങളുടെ നടത്തം അല്ലാഹു ഇഷ്ടപ്പെടുകയും നിങ്ങൾക്ക് അല്ലാഹു നന്മ വരുത്തുകയും നിങ്ങൾക്ക് സ്വർഗ്ഗലോകത്ത് അല്ലാഹു വീട് തരികയും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അബൂ അലിയുൽ ഖാലി തങ്ങളുടെ ശരീരത്തിൽ ഈ സംഭവം പറയുമ്പോ അദ്ദേഹം ഇന്ന് കൊർഡോബയിലാണ്, സ്പെയിനിലാണ്. ആ ദർസ് നടത്തുന്ന നേരത്ത് പോലും അന്ന് ആ ഓടയിലൂടെ കുനിഞ്ഞു പോയതിന്റെ പേരിൽ മുറിവുണ്ടായ അടയാളം ഇന്നും എന്റെ ദേഹത്ത് ബാക്കിയുണ്ടെന്ന് പറഞ്ഞ് ആളുകൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. മഹാനവറുകൾ അന്ന് കുട്ടിയാണ്. ചോരയിൽ കുളിച്ച് ഇറച്ചിയും മാംസവും ശരീരത്തിൽ നിന്ന് പുറത്തു വന്ന് എല്ല് കാണത്തക്ക രീതിയിൽ ചോര കുളിച്ചു നിൽക്കുന്ന ആ മോനോട് അന്നത്തെ പണ്ഡിതൻ പറഞ്ഞ, മോനെ ഇരിക്ക്, പേനയെടുക്ക്, ഞാൻ നിനക്ക് ഓതിത്തരാം, എഴുതിക്കോ എന്ന് പറഞ്ഞു. എന്നിട്ട് എഴുതാൻ പറഞ്ഞതാണ്. എഴുതിക്ക മോനെ, എഴുത്. ഇത് പാടിക്കൊടുക്കുമ്പോ ആ കൊർഡോബയിലെ മുഴുവൻ പണ്ഡിതന്മാരും ഈ വരികൾ എഴുതിയെടുക്കുകയാണ് അബൂ അലിയുൽ ഖാലിയിൽ നിന്ന്. ദബബ്തു ലിൽ മജിദി വസ്സഊന ഖദ് ബലഗൂ ജഹ്ദ النفوس وألفوا دونها الأزرا وكابدوا المجد حتى مل أكثرهم وعانق المجد من وافى ومن صبرا لا تحسبن المجد تمرا أنت تأكله لن تبلغ المجد حتى تلعق الصبرا. മോനെ, അഭിമാനമുണ്ടാകുന്നത് കഷ്ടപ്പാടിന്റെ ശേഷമാണ്. അഭിമാനമുണ്ടാകുന്നത് ത്യാഗത്തിന്റെ ശേഷമാണ്. മോന്റെ ശരീരത്തിൽ ഈ മുറിവായതിൽ എനിക്ക് വിഷമമില്ല. കാരണം വിജ്ഞാനം നേടാനാണ് മോനെ വന്നതെങ്കിൽ ഇത് ത്യാഗത്തിന്റെ വിളംബരമാണ്. മോനെ ദബബ്തലിൽ മജ്ദ്, നീ ഉന്നതങ്ങളിലേക്ക് പോവുകയാണ്. ആ പറഞ്ഞ വാക്കാണ് കൊർഡോബയിൽ മഹാനായ അബൂ അലിയുൽ ഖാലി തങ്ങളുടെ സദസ്സിൽ 300 മഹാന്മാരായ ഫുഖഹാ ഫിഖ് പഠിക്കാനിരുന്നിട്ടുണ്ട്. മഅ കുല്ലി ഫഖീഹിൻ, എല്ലാ ഫഖീഹിന്റെ കൂടെയും ഉണ്ട് മിഹ്ബറ, മഷിയുണ്ട്. ആ മഷിയുടെ കൂടെ കലമുണ്ട്, അവരുടെ കൂടെ ദഫ്തറുണ്ട്. മഹാനവറുകളുടെ മുമ്പിലിരുന്ന് 300ഓളം പ്രഗത്ഭരായ ഫഖീഹ് പണ്ഡിതന്മാർ ആ മഹാൻ പറയുന്ന വാക്കുകൾ രേഖപ്പെടുത്തിയെടുക്കുകയാണ് കൊർഡോബയിൽ. അതിന്റെ തുടക്കം ഓടയിലൂടെ ഓടിച്ചെന്ന് ഇൽമ പഠിക്കാനുള്ള ഓട്ടമാണ്. അതിന് ആ കുഞ്ഞിനെ സജ്ജമാക്കിയ ഒരു നല്ല ഒരു ഉമ്മയാണ്, സുബഹിക്ക് വിളിച്ചൊടുത്തിയിരുന്ന ഉമ്മയാണത്. ദബബ്തലിൽ മജിദി വസ്സഊന ഖദ് ബലഗൂ ജഹ്ദ النفوس وألفوا دونها الأزرا لا تحسبن المجد تمرا أنت تأكله. അഭിമാനം എന്ന് പറയുന്നത് തിന്നുന്ന ഈത്തപ്പഴമല്ല, അതൊരു ഈത്തപ്പഴം തിന്നുന്ന പോലെ എളുപ്പമല്ല. ഉന്നതിയിലേക്ക് എത്തുക എന്ന് പറഞ്ഞത് ലൻ തബ്ലുഗൽ മജിദ ഹത്താ തൽഅഖ الصبرا,
ക്ഷമയുടെ കൂടെ ക്ഷമയെ കൂട്ടിപ്പിടിച്ചാലല്ലാതെ, ക്ഷമിച്ചു കഴിഞ്ഞുകൂടിയാലല്ലാതെ മോനെ ഉന്നതങ്ങളിലേക്ക് എത്താൻ കഴിയുകയില്ലെന്ന് അന്ന് ചോരയിൽ മുങ്ങി നിൽക്കുന്ന എന്റെ കൊച്ചു കൈകളാൽ എഴുതാൻ പറഞ്ഞ കവിതയാണത്. ഞാൻ ഇന്നും അത് മറന്നിട്ടില്ലെന്ന് വെറും വെള്ളം നനഞ്ഞു വന്ന മഹാനോട്, മഹാനായ ഹാറൂൻ, മഹാനായ മൻസൂർ ഇബ്നു ഹാറൂൻ റഹ്മത്തുള്ളാഹി അലൈഹിയോട് അബൂ അലിൽ ഖാലി റഹ്മത്തുള്ളാഹി അലൈഹി, ഇത് വിജ്ഞാന സമ്പാദനത്തിന് വിദ്യാർത്ഥികളോട് അന്നത്തെ ആലിമീങ്ങൾ ചെയ്യുന്ന വിളംബരമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സ്വഹാബിമാർ ഉന്നതങ്ങളിലേക്കാ നോക്കുന്നത്. ഹബീബിന് വുദു എടുക്കാനുള്ള വെള്ളം കൊണ്ടുപോയി കൊടുക്കുന്നു ഒരു സ്വഹാബി, മഹാനായ റബീഅത്തുൽ അസ്ലമി, റബീഅത്ത് ഇബ്നു കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹു. ഹബീബിനുള്ള വുദുഇന്റെ വെള്ളം കൊണ്ടുപോയി കൊടുക്കുന്നു. ഹബീബ് മലമൂത്ര വിസർജനത്തിനെങ്ങാനും വെളിയിൽ പോയിരിക്കുകയാണ്. ആ സമയമാകുമ്പോഴേക്കും മഹാനായ റബീഅ റളിയല്ലാഹു അൻഹു, റബീഅത്ത് ഇബ്നു കഅബ് അസ്ലമി തങ്ങൾ മഹാനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനോഹരിക്കാനുള്ള, വൃത്തിയാക്കാനുള്ള വെള്ളം അവിടെ കൊണ്ടുപോയി വെച്ചു. ഹബീബായ നബിക്ക് അത് വല്ലാത്ത സന്തോഷമായി. എല്ലാം കഴിഞ്ഞ് വൃത്തിയായി നബി തങ്ങൾ വന്നിട്ട് ചോദിച്ചു, അലക ഹാജ റബീഅ, എന്തെങ്കിലും വേണോ, എന്തെങ്കിലും വേണോ, എന്തെങ്കിലും വേണോ? ഖാല നഅം യാ റസൂലല്ലാഹ്, എനിക്ക് പലതും ചോദിക്കാനുണ്ട് നബിയെ അങ്ങയോട്, എനിക്ക് പലതും അങ്ങയിൽ നിന്ന് വേണം. ചോദിച്ചോളൂ, സൽ, എന്താ വേണ്ടത് ചോദിച്ചോളൂ. ഖാല മുറാഫഖതക ഫിൽ ജന്ന, നബിയേ, നബിയേ അങ്ങയുടെ കൂടെ നാളെ സ്വർഗത്തിലിരിക്കണം നബിയേ. എനിക്ക് സ്വർഗത്തിലേക്ക് പോകണം എന്നല്ല പറഞ്ഞത്, എന്റെ സ്വർഗത്തിൽ അങ്ങ് കൂടെ വേണം, അങ്ങയുടെ കൂടെ ആയിരിക്കണം, സ്വർഗത്തിലാ വേണ്ടത് നബിയേ. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന അവ ഗൈറ ദാലിക്, റബീഅ വേറെന്തെങ്കിലും? ഇല്ല നബിയേ, അത് മതി, അത് മതി നബിയേ, അത് മതി. റബീഅ, ഞാനത് വാങ്ങിച്ചു തരാം. ഫഅന്നി അലാ ദാലിക ബികസറത്തി സുജൂദ്, ധാരാളം സുന്നത്ത് നിസ്കരിക്കണം റബീഅ, ധാരാളം സുന്നത്ത് നിസ്കരിക്കണം റബീഅ. നിങ്ങൾ സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിച്ചുകൊണ്ട് എന്നെ സഹായിക്കണേ എന്ന് മഹാനായ റബീഅത്ത് ഇബ്നു കഅബ് അസ്ലമി തങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഈ ഉമ്മത്തിന് ഉന്നതമായ മാതൃക കാണിച്ച മഹത്തുക്കൾ നമ്മുടെ മുമ്പിലൂടെ കഴിഞ്ഞു പോയിരിക്കുകയാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാർ പ്രഗൽഭരായ താബിഈങ്ങൾ, താബിഈങ്ങൾ, ആ ഒരു പാരമ്പര്യത്തിലൂടെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിന് അല്ലാഹു നൽകിയ എല്ലാവിധ യശസ്സും ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന വിധം അല്ലാഹു നമ്മിൽ നന്മയെ അല്ലാഹു ഉണ്ടാക്കി തരട്ടെ. നമ്മൾ നല്ലവരാവുകയും ഹബീബിനെ സ്നേഹിക്കുകയും ഹബീബ് ഇങ്ങോട്ട് നമ്മളെ കണ്ടാൽ സ്നേഹിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലാവട്ടെ. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഹബീബിനെ സ്നേഹിക്കാൻ എളുപ്പമാണ്, നബിയെ സ്നേഹിക്കാൻ എളുപ്പമാണ്, അതിന് വലിയ പ്രയാസമൊന്നുമില്ല. ഹബീബിനെ സ്നേഹിക്കാം, പക്ഷേ ഹബീബ് നമ്മളെ സ്നേഹിക്കുമോ എന്നതാണ് വിഷയം. ഹബീബായ നബി നമ്മളെ കണ്ടാൽ ഹബീബിനെ നമ്മളെ ഇഷ്ടപ്പെടുമോ? ആ സ്വഭാവങ്ങളുണ്ടോ നമ്മളിൽ എന്ന് ആലോചിക്കുക. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യനായ റബീഅത്ത് ഇബ്നു ഖുസൈം തങ്ങളോട് പറയുമായിരുന്നു, റബീഅ തങ്ങളുടെ സ്വഭാവം കാണുമ്പോൾ, റബീഅ എന്നവർ താബിഈയാണ്, അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടിട്ടില്ല. ഹബീബിന്റെ വഫാത്തിന് ശേഷം മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയും, യാ റബീഅ, റബീഅ ഇബ്നു ഖുസൈം, യാ റബീഅ ലൗ റആക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅഹബ്ബക. റബീഅ, അല്ലാഹുവിന്റെ റസൂല് നിങ്ങളെ കാണുകയായിരുന്നെങ്കിൽ റസൂല് നിങ്ങളെ ഇഷ്ടപ്പെടും കേട്ടോ. ഹബീബ് അങ്ങയെ കണ്ടിട്ടില്ല, അങ്ങയെ കാണുകയായിരുന്നുവെങ്കിൽ ഹബീബായ നബി അങ്ങയെ ഇഷ്ടപ്പെടും. നമ്മളൊക്കെ അങ്ങനെയാണോ? ഹബീബ് നമ്മുടെ ഖൽബിലേക്ക് നോക്കിയാൽ നമ്മുടെ ഈഗോയും നമ്മുടെ കിബറും നമ്മുടെ അഹങ്കാരവും നമ്മുടെ അസൂയയും നമ്മുടെ ചീത്ത ചിന്തകളും ഇത് ഹബീബിന് അറിയൂലേ? അള്ളാഹു കശ്ഫ് കൊടുക്കൂലേ നബി തങ്ങൾക്ക്? ഹബീബിന് നമ്മളെ കണ്ടാൽ നമ്മളെ ഇഷ്ടമാകുമോ? നമുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാം, പക്ഷെ ഹബീബ് നമ്മളെ ഇഷ്ടപ്പെടുമോ? ഇങ്ങോട്ട്
ഇത് ചിന്തിക്കേണ്ട ദിനരാത്രങ്ങളാണിത്. ഹബീബ് ഇഷ്ടപ്പെടുന്ന, അള്ളാഹു ഇഷ്ടപ്പെടുന്ന, മുഅ്മിനീങ്ങൾ ഇഷ്ടപ്പെടുന്നവന്റെ മലായികത്തുൽ കിറാം ഇഷ്ടപ്പെടുന്ന സ്വഭാവ ഗുണങ്ങൾ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ പരിപാടി തുടങ്ങി 2 മണിക്കൂർ കഴിഞ്ഞു, അവസാനിപ്പിക്കുകയാണ്. ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ പരിപാടിയിലേക്ക് സംഭാവന ചെയ്ത ആളുകൾക്ക് വേണ്ടി, സഹായികളായവർക്ക് വേണ്ടി മുഴുവൻ നാളെ സിറാജുദ്ദീൻ ഖാസിമി അവരുടെ പ്രഭാഷണം നടക്കുകയാണ്. ആ പരിപാടിയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. പിന്നെ നമ്മുടെ ലൈവ് പരിപാടി കാണുന്ന, വീക്ഷിക്കുന്ന നമ്മുടെ ഒരുപാട് സഹോദര സഹോദരിമാർ, അവർക്ക് മുഴുവൻ നമ്മുടെ ദുആയിൽ നമ്മൾ അവരെ ഓർക്കുകയാണ്. അല്ലാഹു തആല അവരുടെയും നമ്മുടെയും സദുദ്ദേശം അല്ലാഹു നിറവേറ്റി തരട്ടെ. നമ്മൾ പ്രത്യേകിച്ച് മുസ്ലിം ചെറുപ്പക്കാരോട്, വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിഷയം മയക്കുമരുന്നിന്റെ വിഷയമാണ്. അത് എല്ലാ നാടുകളിലുമുണ്ട്, ഇവിടെയുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. പക്ഷെ എങ്ങാനും അതിന്റെ വല്ല ലാഞ്ചനയും നമ്മുടെ കൂട്ടുകെട്ടിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ, പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളാണ്, കാട്ടിലേക്ക് കയറിയാൽ അള്ളാഹു അല്ലാതെ മറ്റാരുടെ കൂടെയില്ല. നമ്മൾ ആലോചിക്കണം, മയക്കുമരുന്നടിച്ചിട്ടാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ നമ്മുടെ ജനാസ എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ആ തെറ്റുണ്ട്. നമ്മൾ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുമ്പോൾ ആ തെറ്റ് നമ്മുടെ കൂടെയാണ്. ബോധം പോലെ ബോധമില്ലാത്തൊരവസ്ഥയിൽ നമ്മൾ തെറ്റുകാരനായി മരിച്ചു പോകുന്നൊരു അപകടം സംഭവിക്കുന്നത് എത്ര ഗുരുതരമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടുണ്ടാകുന്നൊരു ഹാങ് ഓവർ, അതുകൊണ്ടുണ്ടാകുന്നൊരു ഹാങ് ഔട്ട്, അത്രയ്ക്കല്ലേ ഉള്ളൂ. അള്ളാഹു ഹറാമാക്കിയത് നമുക്ക് ഉപയോഗിക്കണം. എത്ര ഹലാലുകളുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഒരു വിദ്യാർത്ഥിയും, നമ്മുടെ ഒരു ചെറുപ്പക്കാരും, വലിയവരും മുതിർന്നവരും, ആണും പെണ്ണും ലഹരിയോ വ്യഭിചാരമോ പോലെയുള്ള തിന്മകളിലേക്ക് ചെന്ന് ചാടരുത്. അള്ളാഹു നമുക്ക് കാവൽ നൽകട്ടെ. നമ്മളെയൊക്കെ ഖബറിൽ നിന്ന് അള്ളാഹു എണീപ്പിച്ചു വിടുന്ന പോലെയാണ് നമ്മൾ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. നമ്മൾ മരിച്ചിട്ട് പടച്ചവനെ എന്നെ ദുനിയാവിലേക്കൊന്ന് തിരിച്ചു വിടുമോ, ഞാൻ നന്നാവാം എന്ന് റബ്ബിനോട് പറയുമ്പോൾ, ഞാൻ ഒരു ദിവസം കൂടെ നിനക്ക് ചാൻസ് തരാം എന്ന് പറഞ്ഞ് അള്ളാഹു നമ്മളെ തിരിച്ചു വിടുന്ന പോലെയാണ് നമ്മുടെ ഓരോ ദിവസവും പോകുന്നത്. അതുകൊണ്ട് ഓർമ്മ വേണം, എപ്പോഴാണ് നമ്മൾ അള്ളാഹുവിന്റെ വിളിക്കുത്തരം കൊടുക്കാൻ പോകുന്നതെന്ന്. അതുകൊണ്ട് നമ്മുടെ ഓരോ ദിവസവും അള്ളാഹു ഇഷ്ടപ്പെടുന്ന പോലെയാവട്ടെ. നമുക്ക് സ്വർഗലോകത്തെത്തണം, ഹബീബിനെ കാണണം, നാളെ അള്ളാഹുവിനെ കാണണം. നമ്മുടെ ആഗ്രഹങ്ങൾ അതൊക്കെയാണ്. അള്ളാഹു നമുക്ക് സഫലമാക്കി തരട്ടെ. ഇവിടെ ദുആയിരക്കാൻ നമ്മുടെ സുഹൃത്ത് ത്വയ്യിബ് AC, അദ്ദേഹം കുവൈറ്റ്